हरे हरे राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे माता जी। हरे राम 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 हरे 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 कृष्णा माता जी। प्रणाम माता जी। हरे कृष्णा। हरे कृष्ण। ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमः आचार्यपादाय निताय कृपप्रदायिने गौरकथा दामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ദിർ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ 18 ദിവസം ഭഗവത്ഗീത ഓരോ അധ്യായം ഓരോ ദിവസം അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോ 700 ശ്ലോകങ്ങൾ ഉണ്ട് ഭഗവത്ഗീതയിൽ. അപ്പൊ ഇത് മുഴുവനും ഒരു ദിവസം വെച്ച് 18 ദിവസം കൊണ്ട് പഠിക്കുക പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് കുറച്ച് ശ്ലോകങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭഗവത്ഗീതയിൽ എന്താണോ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. കാരണം ഫുള്ള് ശ്ലോകം ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. 1 അവർ കൊണ്ട് പഠിക്കുമ്പോൾ ഒരു അധ്യായത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് ആദ്യം നമ്മൾ കുറച്ച് നമ്മുടെ ശില പ്രഭുപാജി നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരയെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും ഒരു ഇത്തിരി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഗീതാ മഹാത്മ്യം ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അധ്യായത്തിലേക്ക് കടക്കും. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് നേരത്തെ ഞങ്ങൾ ഇന്ന് തുടങ്ങിയത്. എല്ലാ ദിവസവും 9 മണിക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ ആക്കിയത് ഇൻട്രോഡക്ടറി ക്ലാസ് ഇത്തിരി ഉള്ളത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപക ആചാര്യനായിട്ടുള്ള ശില പ്രഭുപാജിയാണ് നമുക്ക് ഈ ഭഗവത്ഗീത യഥാരൂപം തന്നിരിക്കുന്നത്. ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം ഒക്കെ തന്നിരിക്കുന്നത് ശില പ്രഭുപാജിയാണ്. ഈ ശില പ്രഭുപാജിയാണ് നമുക്ക് പിക്ചറിൽ കാണാം പ്രഭുപാജിനെ.
അദ്ദേഹമാണ് ഇസ്കോണിന്റെ സ്ഥാപക ആചാര്യൻ. ഇനി ശില പ്രഭുപാദരെ കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശില പ്രഭുപാദർ 1896 കൽക്കട്ടയിലാണ് ജനിച്ചത്. കൽക്കട്ടയില് ഗോർ മോഹൻ ഡേയുടെയും രജനി ഡേയുടെയും മകനായിട്ട് അഭയ ചരണാരവിന്ദ് എന്ന നാമത്തിലാണ് ശില പ്രഭുപാദ് ജനിക്കുന്നത് 1896. അപ്പൊ അദ്ദേഹം ജനിച്ചത് തന്നെ വൈഷ്ണവ കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ഗോർമോഹൻ ഡേയും രജനി ഡേയും വൈഷ്ണവർ തന്നെയായിരുന്നു. അവരൊക്കെ ഭഗവാന്റെയും രാധാറാണിയുടെയും ആരാധകർ തന്നെയായിരുന്നു. ചെറിയ പ്രായത്തിലെ ശില പ്രഭുപാദി ഈ ആരാധന, അച്ഛന്റെ ആരാധനയൊക്കെ കണ്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് ഈ പിക്ചറിൽ കാണാം, ചെറിയ കുട്ടി ആയിരിക്കുന്ന സമയത്ത് പ്രഭുപാദര് അച്ഛനോട് ആവശ്യപ്പെടുന്നത് ഒരു ചെറിയ രഥം, അതായത് നമ്മള് ജഗന്നാഥപുരിയിലുള്ള രഥയാത്രയൊക്കെ എല്ലാരും കേട്ട് കാണുമല്ലോ. അപ്പൊ അവിടെ ഇതുപോലെയുള്ള രഥയാത്രകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഈ കുട്ടി അഭയചരണിന് ആഗ്രഹം ഉണ്ടായി, ഒരു രഥം വേണം രാധാഗോവിന്ദന്, രാധാകൃഷ്ണന്മാരെ വലിച്ചോണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു മരത്തിന്റെ ചെറിയ ഒരു കുട്ടി രഥം. അങ്ങനെ അപ്പോഴേ തൊട്ടി തുടങ്ങിയതാണ് ഈ രാധാകൃഷ്ണന്മാരോടുള്ള ശില പ്രഭുപാദിയുടെ പ്രണയം. അപ്പോ അങ്ങനെ വളർന്ന്, പക്ഷെ ഒരു യങ് ഏജ് ഒക്കെ ആയപ്പോ, കോളേജിൽ പഠിക്കുന്ന പ്രായത്തില് നമ്മുടെ ഫ്രീഡം ഫൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു ആര്, ശില പ്രഭുപാദി. ആ ഒരു സമയത്താണ് ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഒരു ആചാര്യൻ വന്നിട്ടുണ്ട് ഇവിടെ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ആയിരുന്നു അത്, അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോ ശില പ്രഭുപാദർക്ക് ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു. എന്താ വെച്ചാല് അദ്ദേഹം കണ്ടിട്ടുള്ള സന്യാസിമാരൊക്കെ കുറെ കാഷായ വസ്ത്രം ഇട്ട് പിന്നെ സിഗരറ്റ് ഒക്കെ വലിച്ച്, അവര് പറയും സന്യാസിയാണെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സന്യാസത്തിന്റെ ആ ഒരു ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സന്യാസിമാരോടൊരു ഇഷ്ടക്കേട് സ്വാഭാവികമായിട്ടും ശില പ്രഭുപാദിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രഭുപാദി അവിടെ പോകുന്നത് ഗുരുവിനെ കാണാനായിട്ട്. അദ്ദേഹം ഫ്യൂച്ചറിലാണ് ഗുരുവായത്, ആ സമയത്ത് പരിചയം ഉണ്ടായിരുന്നില്ല. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനെ ചെന്ന് പോയി കണ്ട സമയത്ത് തന്നെ, അതായത് നമുക്കറിയാം ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അത് ഐ സൈറ്റിൽ തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ശില പ്രഭുപാദിയോട് ചോദിക്കുന്നത്, താങ്കൾക്ക് പാശ്ചാത്യ രാജ്യത്ത് പോയിട്ട് ഭഗവത്ഗീത ഭാഗവതം ഒക്കെ പ്രചരിപ്പിച്ചുകൂടെ, ഇംഗ്ലീഷില് ആംഗലേയ, കാരണം ഇംഗ്ലീഷിലാണ് ശില പ്രഭുപാദി ഡിഗ്രി ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ. അപ്പോ ആ ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് ആയിട്ട് അത് പാസ് ചെയ്ത് കിട്ടും. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന് ഒരു അട്രാക്ഷൻ വന്നു. അപ്പോ ശില പ്രഭുപാദി ഗുരുവിനോട് ചോദിക്കുന്നത്, ഞാൻ ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ രാജ്യത്തിന് ഒരു ഫ്രീഡം അല്ലേ വേണ്ടത്, അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ശ്രമിക്കുന്നത്. അപ്പൊ പറഞ്ഞു, എന്ത് ഫ്രീഡമാണ് നമുക്ക് കിട്ടുക, നമുക്ക് ഏതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഫ്രീഡം വേണ്ടത്? ഈ ഭൗതിക ലോകത്തെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ജന്മ മൃത്യു വ്യാധിയാണ് അല്ലെ. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ആർക്കും ഒരു മോചനവും ഇല്ല. അപ്പൊ പിന്നെ ഏത് പ്രശ്നത്തിൽ നിന്നാണ് നമ്മൾ ഫ്രീഡം കൊടുക്കുക എല്ലാവർക്കും? അപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണോ അതിൽ നിന്നാണ് ഫ്രീഡം വേണ്ടത് അല്ലെ. അപ്പൊ ഇതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്, കൃഷ്ണാബോധം പ്രചരിപ്പിക്കലാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് ആ സമയത്ത് തന്നെ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ആ സമയത്ത് തന്നെ ശില പ്രഭുപാദിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം വരികയും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഗുരുവായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആധികാരികമായിട്ട് ദീക്ഷ സ്വീകരിക്കുന്നത് 1933 അതിനുശേഷം ഈ ഗുരു മഹാരാജിനെ കണ്ടതിന് ശേഷം നമ്മുടെ അഭയചരൺ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നുള്ള ഒരു മാസിക എഴുതി തുടങ്ങി. പിന്നെ 33 ദീക്ഷ സ്വീകരിച്ചു. 39 ഭക്തി വേദാന്ത എന്നുള്ള ഒരു പദവി സ്വീകരിക്കുകയുണ്ടായി. ശില പ്രഭുപാദരുടെ സർവീസിനെ ബേസ് ചെയ്തിട്ട് ഭക്തി വേദാന്ത എന്നുള്ള ഡിഗ്രി ഓണർ കൊടുത്തു. പിന്നെ 1944 ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നുള്ള മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. 1950 ശില പ്രഭുപാദർ വീട് ഉപേക്ഷിച്ച് വാനപ്രസ്ഥമായി. അതായത് ശില പ്രഭുപാദർ അപ്പോ രാധാഗോവിന്ദ ഇവിടെ വൃന്ദാവനത്തില് താമസമാക്കി. 1950 വീട് ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ചു. 1959 സന്യാസാശ്രമവും സ്വീകരിച്ചു. 1959 ശില പ്രഭുപാദർ സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് 1965
അദ്ദേഹത്തിന് 69 വയസ്സ് പ്രായമുള്ളപ്പോ അമേരിക്കയിലേക്ക് പോകുന്നത് ജലദൂത എന്ന് പറഞ്ഞ ചരക്ക് കപ്പലിലാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം അങ്ങനെ പോകാനുള്ള ഒരു വിസയും പോകാനുള്ള ഒരു ടിക്കറ്റും ഒക്കെ എടുത്തത്. അതായത് ഒരു ചരക്ക് കപ്പലിലാണ് ആര് കയറി പോണത്? നമ്മുടെ ശില പ്രഭുപാദി കയറി പോണത്. അങ്ങനെ ശില പ്രഭുപാദർ ആദ്യമായിട്ട് ന്യൂയോർക്കിലാണ് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ അമേരിക്കയിലേക്ക് പോയി അവിടുന്ന് വെറും 40 രൂപയും കൊണ്ട്, ഒരുപാട് കാശൊന്നും കൊണ്ടല്ല ശില പ്രഭുപാദർ പോയത്, വെറും 40 രൂപയും കൊണ്ടാണ് അദ്ദേഹം പോയത്. എന്ന് മാത്രമല്ല, പോണ വഴിയിൽ 2 വട്ടം ഹാർട്ട് അറ്റാക്ക് ഷിപ്പിൽ നിന്നുണ്ടായി. ആ സമയത്തൊക്കെ ശില പ്രഭുപാദർ രക്ഷപ്പെട്ടത് ഭഗവാൻ സ്വയം രക്ഷിച്ചത് കൊണ്ടാണ്. അപ്പൊ അത്രമാത്രം നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ശില പ്രഭുപാദർക്ക് ഗുരുവിന്റെ വാക്ക് പാലിക്കാനായിട്ട്. അതായത് ഗുരു എന്താണോ എന്നോട് പറഞ്ഞിരിക്കുന്നത്, പാശ്ചാത്യ രാജ്യത്ത് പോയിട്ട് ഭഗവാനെ കുറിച്ച് പ്രീച്ച് ചെയ്യുക, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും ഭക്തന്മാരാക്കുക എന്നുള്ളതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ആ ഗുരുവിന്റെ വാക്ക് പാലിക്കാനായിട്ടാണ് ശില പ്രഭുപാദര് പാശ്ചാത്യ രാജ്യത്തേക്ക് പോയത്. അങ്ങനെ ആ വാക്ക് പാലിക്കാന്നുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടി പോയത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്രതിസന്ധികള് നേരിട്ടെങ്കിൽ പോലും അതൊന്നും ബാധിക്കാതെ, അതിനൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം പാശ്ചാത്യ രാജ്യത്ത് പോയി. അവിടെ ചെന്നപ്പോഴോ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ശില പ്രഭുപാദര്. ഒടുവില് ഹിപ്പികളായിട്ടുള്ള ആളുകള്, നമുക്കറിയാം ജീവിതമൊക്കെ ഒരു താല്പര്യം ഇല്ലാതെ എന്താ പറയാ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഈ ഹിപ്പികൾ പറയുന്നത്. മയക്കുമരുന്ന്, പിന്നെ മദ്യം, പരസ്ത്രീ ബന്ധം, ഇതൊക്കെ ഉള്ളവരാണ് ഈ ഹിപ്പികൾ. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി ഭഗവാനെ കുറിച്ച് പ്രീച്ച് ചെയ്ത് അവരെയൊക്കെ ഭക്തന്മാരാക്കിയിട്ടുള്ള ഒരു ശുദ്ധഭക്തനാണ് നമ്മുടെ ശില പ്രഭുപാദി. അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി അവിടെ രഥയാത്ര നടത്തിയിട്ടുണ്ട്. അതുപോലെ നഗര സങ്കീർത്തനം, സ്ട്രീറ്റിലൊക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നഗര സങ്കീർത്തനം നടത്തുമായിരുന്നു. അപ്പൊ ഇതിലെ കൂടെയൊക്കെ എങ്ങനെയാ നഗര സങ്കീർത്തനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ആർക്കും ഭഗവാനെ കുറിച്ച് നാമം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല അല്ലെ. എല്ലാവരും ഈ ഭൗതിക ലോകത്ത് ജീവിതം ജീവിക്കാനായിട്ട് ബിസി ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോ അവരോടൊക്കെ നാമം ജപിക്കാൻ പറയുമ്പോൾ അവർക്കൊക്കെ വളരെ നിസ്സാരമാണ്. ഇതൊന്നും ഇപ്പൊ ചെയ്യേണ്ടതല്ല, ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ ഏത് കാലത്ത് ജനിക്കേണ്ടവരാണെന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ നഗരസങ്കീർത്തനം ചെയ്യുമ്പോൾ അറിയാതെ ഈ നാമം കേൾക്കാൻ പറ്റും അല്ലെ. ആ ഒരു ശ്രവണം എന്നുള്ള ഒരു ഇത് അത് ശില പ്രഭുപാദിയുടെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ട് കാരുണ്യം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം പോലും അവർക്ക് തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അവർ ഇഷ്ടമില്ലാതെ ആണെങ്കിൽ പോലും കേട്ടിട്ടുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം അവരുടെ കാതുകളിൽ വരുമ്പോ അതിന്റെ ഒരു ഇമ്പാക്ട്, ആ കുറച്ചെങ്കിൽ കുറച്ച് അത് ഇമ്പാക്ട് അവർക്ക് കിട്ടും. അതിന്റെ ഒരു ഗുണം അവർക്ക് കിട്ടും, ഭഗവാന്റെ കാരുണ്യം അവർക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ശില പ്രഭുപാദി നഗര സങ്കീർത്തനം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശില പ്രഭുപാദി ഒരുപാട് പുസ്തകങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, നമുക്ക് ഒരു 40 കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതേനെ ബേസ് ചെയ്തിട്ട്, ഭാഗവതത്തിനെ ബേസ് ചെയ്തിട്ട്, രാമായണത്തിനെ ബേസ് ചെയ്തിട്ട്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടാണ്ട് ശ്രീമദ് ഭാഗവതത്തിന് വിവർത്തനം എഴുതിയിട്ടുണ്ട്, വിവർത്തനം ഭാവാർത്ഥം, നല്ല ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ ചരക്ക് കപ്പലിൽ പോണ വഴി, അതായത് ഓഗസ്റ്റ് 13, 1965 അദ്ദേഹം ന്യൂയോർക്കിലേക്ക് ചരക്ക് കപ്പലിൽ കയറി പോണത്. ആ വഴിക്ക് നമ്മുടെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലും ഒന്ന് ഇറങ്ങുണ്ടായിട്ടുണ്ട്. കാരണം ശില പ്രഭുപാദി വെറും കൈയോടെ അല്ല പോയത്, കയ്യില് 200 കോപ്പി ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിന്റെ 200 കോപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ആ 200 കോപ്പി ഭാഗവതം ഷിപ്പിൽ ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ വെച്ചാണ്, കേരളത്തിലുള്ള കൊച്ചിയിൽ വെച്ച്. അതുകൊണ്ട് അത് മട്ടാഞ്ചേരിയിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ശിലാച്ഛാദനമൊക്കെ അവിടെ ഇപ്പൊ നടത്തിയിട്ടുണ്ട്. ഇത് ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് മന്ദിറിലെ ഡയറ്റീസ് ആണ്. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് മന്ദിറിന്റെ അഡ്രസ് ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 3 പേരെ കാണാം. ഏറ്റവും താഴെയുള്ളത് നാമനിഷ്ഠദാസ് പ്രഭുജിയാണ്. ഇസ്കോൺ ബാംഗ്ലൂർ ടെമ്പിളിന്റെ ടെമ്പിൾ പ്രസിഡന്റ് ആണ് ഇദ്ദേഹമാണ് നമുക്ക് ഈ ഒരു സൂമും ഇതൊക്കെ, ഈ പ്ലാറ്റ്ഫോം, ഭഗവത്ഗീത പഠിക്കാനുള്ള ഈ പ്ലാറ്റ്ഫോം ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് കോടി പ്രണാമം. ഇത് ഞങ്ങളുടെയൊക്കെ ഗുരുമഹാരാജ് ആണ്, ജയപതാക സ്വാമി ഗുരുമഹാരാജ്. ഇപ്പോഴത്തെ കറണ്ട് ഇസ്കോണിന്റെ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ആണ്. ശില പ്രഭുപാദിയാണ് ഇസ്കോൺ സ്ഥാപകാചാര്യൻ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പഠിക്കുകയാണ് ഭഗവത്ഗീത യഥാരൂപം.
നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഭഗവത്ഗീത യഥാരൂപം എന്നൊരു പേര്. ഭഗവത്ഗീത എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഭഗവത്ഗീത യഥാരൂപം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാരൂപം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു വ്യത്യാസവും ഇല്ലാത്ത അതേ സെയിം ആസ് ഇറ്റ് ഈസ് അല്ലെ? ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനുള്ള പേര്. അപ്പൊ മലയാളത്തിൽ വന്നിട്ട് യഥാരൂപം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്നത്? ഭഗവത്ഗീത യഥാരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭഗവത്ഗീതക്ക് ഒരുപാട് പേര് ഭാഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം, PC തോമസ് വരെ നമ്മളെ എന്താ പറയാ MBBSന്റെ ഒക്കെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ആളാണ് അല്ലെ PC തോമസ്. അദ്ദേഹം വരെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് അവനവന്റേതായ രീതിയിലാണ് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ എന്താണോ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നത് അതാണ് നമുക്ക് ഭഗവത്ഗീതയിലൂടെ പഠിക്കേണ്ടത് അല്ലെ? അപ്പോ നമ്മളത് യഥാർത്ഥത്തില് ഗുരുശിഷ്യ പരമ്പരയിലൂടെ വേണം ഭഗവത്ഗീത പഠിക്കാനായിട്ട്. അപ്പൊ ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായമാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന, ഇസ്കോൺ ഫോളോ ചെയ്യുന്ന ഗുരുശിഷ്യ പരമ്പര. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തില് 1-ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താണ്? തേനെ ബ്രഹ്മഹൃദയെ ആദി കവയെ അല്ലെ? അതായത് ഭഗവാൻ നേരിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്കാണ് യഥാർത്ഥത്തില് സ്ഥാനം പകർന്നു കൊടുത്തിട്ടുള്ളത്. ആ ബ്രഹ്മാവിൽ നിന്ന് വന്നിട്ടുള്ള ശിഷ്യ പരമ്പരയാണ് നമ്മുടെ ശിഷ്യ പരമ്പരയായിട്ടുള്ള ബ്രഹ്മമധ്വ ഗൗഡീയ പരമ്പര. അതിലുള്ള 32-ാമത്തെ ആചാര്യനാണ് ശിലപ്രഭുപാദി. അപ്പോ നമുക്കൊക്കെ വീട്ടിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവും അല്ലെ? ഇലക്ട്രിസിറ്റി പ്ലഗും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മൊബൈൽ അവിടെ പ്ലഗ് ഇരുന്നത് കൊണ്ട് മൊബൈൽ ചാർജ് ആവുമോ? ഒരിക്കലും ഇല്ല. അതിനൊരു ചാർജർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലെ? അതുപോലെയാണ് ഒരു ഗുരു നമുക്ക് ഭഗവാനുമായിട്ട് കണക്ഷൻ തരുന്നത്. അതായത് ഒരു ഗുരുവിന്റെ കണക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു ഗുരുവിലൂടെ അല്ലാതെ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഗുരു ശിഷ്യ പരമ്പരയിൽ യഥാർത്ഥത്തിലുള്ള ഒരുപാട് ഗുരുക്കന്മാർ നമുക്ക് ഈ സമൂഹത്തിൽ കാണുന്നുണ്ടാവും. പക്ഷെ അവരൊക്കെ ഏത് പരമ്പരയിലൂടെ വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. എന്റെ ഗുരു ഇന്നയാളാണ്, ആ ഗുരുവിന്റെ ഗുരു ഇന്നയാളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോ എവിടെ എത്തണം? ഭഗവാനിലേക്ക് എത്തണം അല്ലെ? ആ ഭഗവാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഗുരുശിഷ്യ പരമ്പര ആയിരിക്കണം, എന്നാലേ അതിനെ യഥാർത്ഥ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയാൻ പറ്റുള്ളൂ. കുറെ ഗുരുക്കന്മാരുണ്ടാവും, പക്ഷെ എല്ലാവരും ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ. കാരണം 4 ഗുരുശിഷ്യ പരമ്പരയാണ് ഇന്ന് ആധികാരികമായിട്ടുള്ളത്. അതിൽ ഒന്ന് ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായം, അതാണ് ഇസ്കോൺ ഫോളോ ചെയ്യുന്നത്. പിന്നൊന്നുള്ളത് ശ്രീ സമ്പ്രദായമുണ്ട്. അതായത് ലക്ഷ്മിയിൽ നിന്ന് വരുന്ന, ഭഗവാന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മിയിൽ നിന്ന് വരുന്ന ശ്രീ സമ്പ്രദായം. പിന്നെ 4 കുമാരന്മാര് നമുക്കറിയാം, സനത് കുമാരാദികള്. അങ്ങനെയുള്ള 4 കുമാരന്മാരിൽ നിന്ന് വരുന്ന കുമാര സമ്പ്രദായം. പിന്നെ ഭഗവാൻ ശിവനിൽ നിന്ന് വരുന്ന രുദ്ര സമ്പ്രദായം. ഇങ്ങനെ 4 ഗുരുശിഷ്യ പരമ്പരയാണ് ആധികാരികമായിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റിയ ഗുരുശിഷ്യ പരമ്പര ഉള്ളത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ 4-ൽ ഏതെങ്കിലും ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ വന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്താണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് അതേപടി മനസ്സിലാക്കാൻ നമ്മൾ ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ വന്ന് തന്നെ ആവണം. ഏതെങ്കിലും ഒരു ഗുരുശിഷ്യ പരമ്പര, 4 ഗുരുശിഷ്യ പരമ്പരയിൽ ഒരു ഗുരുശിഷ്യ പരമ്പര നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായമാണ് ഇസ്കോണില്, അതാണ് ഫോളോ ചെയ്യുന്നത്. ഇനി എന്താണ് ഭഗവത്ഗീത പഠിതാവിന്റെ യോഗ്യതകൾ? അർജുനൻ ഭക്തനും ശിഷ്യനും ഉറ്റ മിത്രവുമാകയാലാണ് ഭഗവത്ഗീത അദ്ദേഹത്തിന് ഉപദേശിക്കപ്പെട്ടത്. അതുകൊണ്ട് അർജുനന് സമാനമായ ഗുണങ്ങളുള്ള ഒരാൾക്കാണ് ഭഗവത്ഗീത നന്നായി ഗ്രഹിക്കാൻ കഴിയുക. അപ്പോ എന്താണ് ഭഗവാൻ പറയുന്നത്? യോഗ്യത, അർജുനൻ ഭക്തനും ശിഷ്യനും ഉറ്റ മിത്രവുമാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് അർജുനന് ആ ജ്ഞാനം ഗ്രഹിക്കാനുള്ള കഴിവുള്ളത്, ആ ഒരു ഗുണം ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഭഗവത്ഗീത പഠിക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? അർജുനനെ പോലെ നമ്മൾ ആരാവണം? ഭഗവാന്റെ ഭക്തനാവണം, ഭഗവാന് ശിഷ്യപ്പെടണം, പിന്നെ ഭഗവാന്റെ ഉറ്റമിത്രം. ഭഗവാൻ ഭഗവത്ഗീത 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ല 5-ാമത്തെ അധ്യായത്തിൽ, സുഹൃതം സർവഭൂതാനാം നാത്വാ മാം ശാന്തി മൃച്ഛതി. അപ്പോ ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണെന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ. ഭഗവത്ഗീത ഗീതോപദേശകന്റെ ആജ്ഞാനുസരണം സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഭഗവത്ഗീതയുടെ അന്തസത്ത ഭഗവത്ഗീതയിൽ തന്നെ സൂചിതമായിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരു മരുന്ന് സേവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ലേബലിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ നാം പാലിക്കണം. നാം ഒരിക്കലും നമ്മുടെ തന്നെ ആശയം അനുസരിച്ചോ ഒരു സ്നേഹിതന്റെ നിർദ്ദേശം അനുസരിച്ചോ മരുന്ന് കഴിക്കരുത്. ലേബലിൽ കാണുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചോ ഭിഷക്വരന്റെ ഉപദേശം അനുസരിച്ചോ സേവിക്കേണ്ടതാണ്. അതുപോലെ ഭഗവത്ഗീതയും ഗീതോപദേശകന്റെ ആജ്ഞാനുസരണം സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഭഗവാൻ
കൃഷ്ണനാണ് ഗീതോപദേശകൻ. ഭഗവത്ഗീതയുടെ ഓരോ താളിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഭഗവത്ഗീത സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഭഗവത്ഗീത ഏതുപോലെയാണ് സ്വീകരിക്കാൻ പറയുന്നത്? നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണോ മരുന്ന് കഴിക്കാം? അല്ല, അല്ലെ? ആ ഡോക്ടർ എങ്ങനെയാണോ പറയുന്നത് കഴിക്കാൻ, ഇപ്പൊ ബിഫോർ ഫുഡ് ആയിരിക്കും, ചിലപ്പോൾ ആഫ്റ്റർ ഫുഡ് ആയിരിക്കും, നമ്മളെ സൗകര്യത്തിന് കഴിക്കില്ല. അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിന്റെ അടുത്ത് പോയി ചോദിച്ച് ഈ മരുന്ന് എങ്ങനെയാ കഴിക്കേണ്ടത് എന്ന് ചോദിച്ച് നമ്മൾ കഴിക്കുമോ? കഴിക്കില്ല. ഏത് രീതിയിലാണ് നമ്മൾ കഴിക്കുക? ഒന്നുകിൽ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ നോക്കും, ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കും, അല്ലെങ്കിൽ അതിന്റെ ലേബലിൽ എന്താണ്, എങ്ങനെ കഴിക്കണം എന്നാണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കും, അല്ലെ? അതിനനുസരിച്ചാണ് നമ്മൾ മരുന്ന് കഴിക്കുക. അതുപോലെ ശ്രീമദ് ഭഗവത്ഗീത ആരുപദേശിച്ചിട്ടുള്ളതാണ്? ഭഗവാനാണ് ഉപദേശിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഭഗവാനിൽ നിന്ന് നേരിട്ടാണ് അറിയേണ്ടത്. അത് ഭഗവാൻ എന്താണോ പറഞ്ഞത് അതേപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഓരോരുത്തരുടെ ഭാഷ്യമല്ല സ്വീകരിക്കേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ പറയാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതല്ല സ്വീകരിക്കേണ്ടത്. ഭഗവാൻ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് ആർക്കാ അറിയാൻ പറ്റുക? ഇപ്പൊ എന്നെ കുറിച്ച് ആർക്കാ പറയാൻ പറ്റുക? എനിക്ക് തന്നെയാ പറയാൻ പറ്റുക, അല്ലെ? മറ്റൊരാൾക്ക് പറയുന്നത് ഞാൻ രണ്ടുപേരുടെ അടുത്ത് രണ്ട് രീതിയിലായിരിക്കും പെരുമാറുക. അതിന് ഓരോ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്ക് മാത്രമേ പറയാൻ പറ്റുക. അപ്പൊ ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? ഭഗവാനെ കുറിച്ച് ശരിക്കും അറിയാൻ പറ്റുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക്, ഭഗവാന് ശിഷ്യപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർക്കാണ് ഭഗവാൻ അത് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ? ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരുടെ അടുത്താണ് ഭഗവാൻ അത് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവരിലൂടെ വേണം നമ്മള് ഭഗവാനെ കുറിച്ച് നമുക്ക് നേരിട്ട് അറിയാനുള്ള ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം എല്ലാവരെയും ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെ? അർജുനനെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കിക്കൊണ്ട് നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുമ്പോൾ ഭഗവാനെ കുറിച്ച് എന്താണോ ഭഗവാൻ പറയുന്നത് അത് ആ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് അറിയുമ്പോൾ അത് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോ ഭഗവത്ഗീതയിലുള്ള ഓരോ താളിലും ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന്. അപ്പൊ ആ ഒരു വാക്കിൽ തന്നെ നമുക്കറിയാം. നമ്മള് പലപ്പോഴും പല ഭഗവത്ഗീതയിലും അല്ലെങ്കിൽ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്, ഒരു ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇവിടെ എന്താ ഭഗവാനെ കുറിച്ച് പറയുന്നത്? ഭഗവത്ഗീതയുടെ ഓരോ താളിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണത്? പുരുഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയാണ്, അല്ലെ? അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭഗവാനെ എന്തിനാണ് നമ്മളൊരു ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെളിച്ചമായിട്ടോ ശക്തിയായിട്ടോ ഒക്കെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം സ്വയം പറയുന്നു ഞാൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന്. അപ്പോ ഭഗവാനെ കുറിച്ച് ആ ഭഗവാൻ എന്താണോ പറയുന്നത് അത് അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഭഗവത്ഗീത പഠിതാവിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ക്വാളിറ്റി, അല്ലെ? ഒരു പഠിതാവ് ചെയ്യേണ്ടത് ആദ്യം ഭഗവാൻ എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. മായാവാദ പന്ഥാവിലൂടെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവർ വലിയ വിഡ്ഢിത്തമാണ് ചെയ്യുന്നതെന്ന് ചൈതന്യ മഹാപ്രഭു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്രകാരമുള്ള വിഡ്ഢിത്തത്തിന്റെ ഫലമായി വഴിതെറ്റിപ്പോയ ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥി ശരിയായ മാർഗനിർദ്ദേശമില്ലാതെ വിഷമിക്കുകയും സ്വധാമത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് അയാൾക്ക് മടങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോ മായാവാദ പന്ഥാവിലൂടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞതുപോലെ അവ്യക്തിഗത ബ്രഹ്മത്തില് വിശ്വസിക്കുന്നവരാണ് മായാവാദ പന്ഥാവിലൂടെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഭഗവത്ഗീത പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, അത് വലിയ വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞിരിക്കുന്നു ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ആരാണ്? സ്വയം ഭഗവാൻ തന്നെ അവതരിച്ചിട്ടുള്ളതാണ്. ഈ കലികാലത്തില് 500 വർഷങ്ങൾക്ക് മുൻപ് മായാപൂർ നവദ്വീപ് ധാമിലാണ് അവതരിച്ചിട്ടുള്ളത്. നമ്മുടെ ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ സ്വയം ഭക്തന്റെ രൂപത്തില്, ചൈതന്യ മഹാപ്രഭു എവിടെയും ഞാൻ ഭഗവാനാണെന്ന് പറയുന്നില്ല, പക്ഷെ ഭഗവാന്റെ പാർഷദന്മാർക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും മാത്രമാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ് എന്ന് അറിയുന്നത്. അത് ഗുപ്ത അവതാരമായിരുന്നു, ഭഗവാന്റെ രഹസ്യമായിട്ടുള്ള അവതാരം. ഭഗവാൻ ഭക്തൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചതാണ് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇങ്ങനെ മായാവാദ പന്ഥാവിലൂടെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവർ വിഡ്ഢിത്തമാണ് ചെയ്യുന്നതെന്ന്. അപ്പോ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക്, അങ്ങനെയുള്ള ഒരു ഭഗവത്ഗീത പഠിതാവിന് ഒരിക്കലും ഭഗവത് ധാമത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങാൻ സാധിക്കുകയില്ല എന്ന് പറയാണ് ഇവിടെ. ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിലെ ഒരു ലൈഫ് മാനുവൽ ആണ്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, അതായത് ഒരു മിക്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ് എന്തെങ്കിലും ആവട്ടെ, അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ എന്ത് കിട്ടും? ഒരു യൂസർ മാനുവൽ കിട്ടും, അല്ലെ? പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ ആരും യൂസർ മാനുവൽ തരുന്നില്ല, അല്ലെ?
നമുക്കുള്ള യൂസർ മാനുവൽ ഭഗവാനാണ് തന്നിരിക്കുന്നത്. ഭഗവാനാണ് എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവ്, അല്ലെ? അഹം ബീജപ്രദപിത എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ. അപ്പോ ഭഗവത്ഗീത നമുക്ക് വേണ്ടി ഭഗവാൻ തന്നിട്ടുള്ള ലൈഫ് മാനുവൽ ആണ്. എങ്ങനെ ഒരു ജീവിതം ജീവിക്കണം എന്നുള്ളത് ഭംഗിയായി അതിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഭഗവത്ഗീത. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ വാണിയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവിതം ജീവിച്ചു പോകേണ്ടത്, നമ്മുടെ ലൈഫ് മാനുവൽ ആണ് ഭഗവത്ഗീത. അപ്പൊ അതിൻ പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോ നമ്മള് ഓരോ ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുമ്പോഴും അതിൽ എന്താണ് ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു തകരാറ് വന്നാൽ എന്താ ചെയ്യാ, എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുക, ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ലൈഫ് മാനുവൽ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ജീവിതത്തില് എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയില് 18 അധ്യായങ്ങളുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. അതില് ആദ്യത്തെ 6 അധ്യായം കർമ്മയോഗമാണ്, മിഡിലുള്ള 6 അധ്യായങ്ങള് ഭക്തിയോഗമാണ്, അവസാനത്തെ 6 അധ്യായങ്ങള് ജ്ഞാനയോഗമാണ്. അപ്പോ ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, നമ്മുടെ വീട്ടില് വിലപിടിപ്പുള്ള ജ്വല്ലറീസ്, അതുപോലെ പണം, ഗോൾഡ്, ഇതൊക്കെ എവിടെയാ നമ്മൾ സൂക്ഷിക്കുക? അലമാരയില് മിഡിൽ പോർഷനിലുള്ള സേഫ് ലോക്കറിലാണ്, അല്ലെ? ലോക്കറിലാണ് നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ഭക്തിയോഗമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. അത് ഭഗവാൻ ഏറ്റവും മിഡിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മധ്യത്തിലുള്ള 6 അധ്യായത്തിലാണ് ഭഗവാൻ ഭക്തിയോഗം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 6 അധ്യായം എന്താണ്, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന കർമ്മയോഗം, മിഡിലുള്ള 6 അധ്യായങ്ങൾ ഭക്തിയോഗം, അവസാനത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനയോഗം. ഇവിടെ നമുക്ക് കാണാം ഒരു സൂര്യനെയും ഒരു ടോർച്ചും, അല്ലെ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് വേദങ്ങള് കേട്ടിട്ടുണ്ടാവും എല്ലാരും, അല്ലെ? 4 വേദങ്ങള് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ വേദങ്ങൾ പഠിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ വേദങ്ങൾ പഠിച്ചാല് നമുക്ക് കിട്ടുന്ന ഒരു പ്രകാശം, നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു വെളിച്ചം, അല്ലെ? ഒരു അറിവ്, അത് എത്രയാണ് വരിക? ഒരു ടോർച്ച് ലൈറ്റിനോളം ആണ് വരിക. എന്നാൽ ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എല്ലാ വേദങ്ങളുടെയും സാരാംശമാണ് ഭഗവത്ഗീത. അങ്ങനെയുള്ള ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഒരു സൂര്യനോളം നമ്മുടെ ഉള്ളില് പ്രകാശം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കിട്ടുകയാണ്. ഭഗവാനെ എങ്ങനെ സേവിക്കണം നമുക്കറിയാൻ സാധിക്കും. വേദങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് ജസ്റ്റ് അറിയാനേ സാധിക്കുള്ളൂ. പക്ഷെ ഭഗവത്ഗീതയിലൂടെ ഭഗവാനെ കുറിച്ച് അറിയാനും എങ്ങനെ ഭഗവാനെ സേവിക്കാനും സാധിക്കും എന്നുള്ളത് ഭഗവാൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഒരു ഭഗവത്ഗീത പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് സൂര്യന്റെ അത്രയും പ്രകാശം നമുക്ക് ഭഗവാനെ കുറിച്ച് കിട്ടും. വേദങ്ങളിലൂടെ നമുക്കൊരു ടോർച്ചിന്റെ പ്രകാശത്തിന്റെ അത്രയും മാത്രമേ കിട്ടുള്ളൂ. ഇനി എന്തൊക്കെ വിഷയങ്ങളാണ് ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവത്ഗീത 5 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 1 ഈശ്വരൻ, 2 ജീവാത്മാവ്, 3 ഭൗതിക പ്രകൃതി, 4 കാലം, 5 കർമ്മം. അപ്പൊ ഈ 5 കാര്യങ്ങളില് 4 കാര്യങ്ങള് കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മള് ജീവാത്മാക്കൾക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത 4 കാര്യങ്ങളാണ് ഈശ്വരൻ, ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒട്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കർമ്മം നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മള് ഇന്നലെ വരെ എങ്ങനെയാണ് കർമ്മം ചെയ്തത്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമുക്ക് തിരുത്തിക്കൊണ്ട് നമ്മുടെ ശരിയായ പാതയിലേക്ക്, നമ്മുടെ ശരിയായ കർമ്മ പാതയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാല്. അപ്പോ ഭഗവത്ഗീത പഠിക്കുന്നത് വരെയുള്ള കർമ്മം നമുക്ക് എങ്ങനെ തന്നെ ആയിരുന്നോട്ടെ, പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ കർമ്മത്തെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കർമ്മമാണ്. ബാക്കി 4 കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഭഗവത്ഗീത ചർച്ച ചെയ്യുന്ന 5 വിഷയങ്ങൾ: ഈശ്വരൻ, ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം, കർമ്മം. ഭഗവത്ഗീത വിഷയം 5 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഭഗവത്ഗീതയിൽ പരമനിയന്താവായ ഈശ്വരനും നിയന്ത്രിത ജീവസത്തകളായ ജീവന്മാരും, വിഷയമാകുന്ന പ്രകൃതി, ഭൗതിക പ്രകൃതി, കാലം, പ്രപഞ്ച അസ്തിത്വത്തിന്റെ കാലയളവ്, അതല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ പ്രകടന കാലം, കർമ്മം, ഇവയും ചർച്ച ചെയ്യപ്പെടുന്നു. ഇനി ഗീതാ മഹാത്മ്യം. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ വിഷ്ണു പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേത് പ്രയതഃ പുമാൻ. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. ഭയശോകാദിവർജിത, ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരാകും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും.
അപ്പോ ഈ ഗീതാ മഹാത്മ്യത്തിൽ ഇവിടെ എന്താണ് പറഞ്ഞു തരുന്നത്? ഈ ഗീതാ മഹാത്മ്യം ആരാ എഴുതിയിട്ടുള്ളതെന്ന് അറിയോ എല്ലാവർക്കും? ശ്രീപാദ ശങ്കരാചാര്യരാണ് ഗീതാ മഹാത്മ്യം എഴുതിയിട്ടുള്ളത്. അപ്പോ അദ്ദേഹം എന്താണ് പറഞ്ഞു തരുന്നത്? ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്നല്ല അല്ലെ, അതീന്ദ്രിയമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. അപ്പോ അങ്ങനെ ഭഗവത്ഗീത വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന ഒരു വ്യക്തിക്ക് അതിലെ മുഴുവൻ, അതായത് ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങളെല്ലാം വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. എന്താണ് ദുരിതങ്ങള്? നമ്മുടെ അനുഭവിക്കുന്ന ജന്മമൃത്യു ജരാവാദി, പിന്നെ വ്യാധി, പിന്നെ അതുപോലെ ആദി ഭൗതികം, ആദി ദൈവികം, ആദി ആധ്യാത്മികം ആയിട്ടുള്ള ക്ലേശങ്ങൾ, ഇതിൽ നിന്നൊക്കെ മുക്തരാകും എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാ ഉത്കണ്ഠകളിൽ, ഏതിനെ കുറിച്ചാണ് നമുക്ക് ഉത്കണ്ഠ? എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചാണ് അല്ലെ. ഫ്യൂച്ചറിനെ കുറിച്ച് ഉത്കണ്ഠ, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള വിഷമം, ദുരിതം അല്ലെ. അങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരാൾക്ക് മോചിതനാവാൻ സാധിക്കും, മുക്തനാകാൻ സാധിക്കും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ. എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ? അതിലെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവരാണ് കേട്ടോ. അത് വെറുതെ വായിച്ചു പോവല്ല, നമ്മളത് മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തിക്ക് എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മോചനം കിട്ടും, പിന്നെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടും. ഒരിക്കലും ഭയവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പിന്നെയോ മാത്രമല്ല, ഈ ഒരു ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വര അവബോധം ലഭിക്കുന്നില്ല. അപ്പോ ഇതിലൊന്നും വിശ്വാസം ഇല്ലാതെ, ഭഗവത്ഗീത, ഭാഗവതം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്ത അജ്ഞരായിട്ടുള്ള ആളുകൾക്ക് ഈശ്വര അവബോധം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അവര് കുറെ അമ്പലങ്ങളിലൊക്കെ പോവുമായിരിക്കും, പക്ഷെ അവർക്ക് ആരെക്കുറിച്ച് അറിയാൻ പറ്റില്ല, ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ച. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. അപ്പോ നമ്മള് ഭഗവത്ഗീത ഗൗരവമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൂർവജന്മ കർമ്മങ്ങൾ ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു തരുന്നു ഇവിടെ. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തെക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. അപ്പോ ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ചിട്ടുള്ളതാണ് എന്ത്? ഭഗവത്ഗീത അല്ലെ. ഭഗവാന്റെ വാണിയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ. എന്താണ്? ഭഗവാൻ സംസാരിക്കുന്നതാണ്. പക്ഷെ ഭഗവാൻ സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? ഗീത അല്ലെ, ഒരു ഗാനമായിട്ട്, ഒരു ഗീതമായിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഭഗവത്ഗീത. അപ്പൊ ഗംഗയോ, ഗംഗ എവിടുന്നാ വന്നിട്ടുള്ളത്? ഭഗവാന്റെ പാദപത്മങ്ങളിൽ നിന്നാണ് ഗംഗ ഒറിജിൻ ചെയ്യുന്നത് അല്ലെ. ഗംഗ വരുന്നത് ഭഗവാന്റെ പാദങ്ങളിലൂടെയാണ്. നമുക്കറിയാം വാമനമൂർത്തിയുടെ അവതാരത്തിന്റെ സമയത്ത് ഭഗവാന്റെ നഖം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ആവരണം പൊട്ടി അങ്ങനെ വരുന്നതാണ് ഗംഗ ഭൂമിയിലേക്ക്. അപ്പോ അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് വരുന്നതാണ് ഗംഗ, ഭഗവാന്റെ മുഖപത്മങ്ങളിൽ നിന്ന് വരുന്നതാണ് ഭഗവത്ഗീത. അപ്പോ ഭഗവത്ഗീതയും ഗംഗാജലവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാവരും പാപം കളയാൻ വേണ്ടിയിട്ട് ഗംഗയിൽ കുളിക്കാൻ പോകും അല്ലെ. അപ്പോ ഭഗവത്ഗീത പഠിച്ചാലും അതേ ഗുണം തന്നെ കിട്ടും അല്ലെ. അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഭഗവത്ഗീതയ്ക്ക് എന്നാണ് പറയുന്നത് ഇവിടെ. നമ്മൾ ഗംഗയിൽ വരെ എത്തേണ്ട കാര്യമില്ല, നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഭഗവത്ഗീത പഠനം അല്ലെ. അപ്പോ അതേ ഗുണം തന്നെ, അതായത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഗുണമാണ് ഭഗവത്ഗീത പഠിച്ചത് കൊണ്ട് കിട്ടുന്നത്. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഗദ്ഗീതാമൃത സ്നാനം സംസാരമലനാശനം. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. അപ്പോ നമ്മള് എന്താണ്, നമ്മള് ശരീരം ശുചിത്വം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യാ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കും, പിന്നെ കുളിക്കും അല്ലെ. അപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരീരം ശുദ്ധമാക്കി വെക്കാം. ജലത്തിൽ സ്നാനം ചെയ്താല് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ഭഗവത്ഗീതയിൽ നമ്മൾ ഒരു പ്രാവശ്യം ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക മാലിന്യങ്ങളൊക്കെ
ഇല്ലാണ്ടായിത്തീരുന്നു. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാവിനിസൃത. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദ സാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം മുഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമത്രേ. എന്നാൽ അത് ആവശ്യമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ചും അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. അപ്പോ ഈ ഒരു ഗീതാമഹാത്മ്യത്തിൽ എന്താ ഇവിടെ പറഞ്ഞു തരുന്നത്? നമുക്ക് ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് അല്ലെ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ വേദസാഹിത്യം ഒന്നും പഠിക്കേണ്ടതിന്റെ ആവശ്യമില്ല. നമ്മൾ ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക, അതായത് ശ്രവിക്കുക, വായിക്കുക, അങ്ങനെ ചെയ്താൽ മതി. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈഹാർട്ട് പഠിക്കുക അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേൾക്കുക, അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് എന്താ പറ്റും? ഈ പിന്നെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാകാൻ സാധിക്കും അല്ലെ. നമുക്ക് ഇന്നിപ്പോ പലരും വേദങ്ങൾ പഠിക്കുന്നതാണ്. വേദങ്ങൾ ഒരുപാടുണ്ട് പഠിക്കാൻ അല്ലെ. ഒരു ലൈഫ് മുഴുവൻ എടുത്താലാണ് വേദങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ. അത് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഭഗവത്ഗീതയിൽ എത്രയേ പഠിക്കാനുള്ളൂ? 700 ശ്ലോകങ്ങളെ തന്നിട്ടുള്ളൂ അല്ലെ. ആ ഒരു 700 ശ്ലോകങ്ങൾ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ വേദങ്ങളൊക്കെയും പഠിച്ചതിന്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടും. അപ്പൊ പിന്നെ നമ്മള് വേദങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം പാഴാക്കേണ്ടതിന്റെ ആവശ്യമില്ല. അതിന്റെയൊക്കെ സാരസർവസ്വമാണ് ഭഗവത്ഗീത എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ പ്രത്യേകിച്ചും അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടമാണ്. അതായത് സ്വയം ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത അല്ലെ. അത് മതി. വേദവ്യാസനാണ് എഴുതിയത് അല്ലെ. പക്ഷെ ഭഗവത്ഗീത ഭഗവാന്റെ വാണിയാണ്. സ്വയം ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്ഗീത. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദി വിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണത്. അപ്പോ ഭഗവത്ഗീത എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? മഹാഭാരതത്തിൽ നിന്നാണ് അല്ലെ. മഹാഭാരതത്തിന്റെ 18ാമത്തെ പർവ്വത്തിലാണ് ഭഗവത്ഗീത വരുന്നത് അല്ലെ. ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഭഗവത്ഗീത സ്വയം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എല്ലാ വേദങ്ങളുടെയും സാരാമൃതമാണ്. മഹാഭാരതത്തിന്റെയും എല്ലാറ്റിന്റെയും സാരാമൃതമാണ് ഭഗവത്ഗീത. അങ്ങനെ ഭഗവത്ഗീത, അതായത് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന് അപ്പുറത്താണ് കിട്ടുക അല്ലെ. ഗംഗാജലം കൊണ്ട് മോക്ഷം കിട്ടുന്നു. ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്ത് പറയാൻ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തിന്റെ അപ്പുറത്ത് എന്താണ്? മോക്ഷത്തിന്റെ അപ്പുറത്ത് ഭക്തിയാണ്. ആ ഭക്തി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം വഹത്. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃത തുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. അപ്പോ ഇവിടെ എന്താ പറഞ്ഞു തരുന്നത്? എല്ലാ അതായത് എല്ലാ വേദങ്ങളും ഒന്നിച്ച് ഒരു പശുവായി മാറി. അങ്ങനെയുള്ള പശു, അതായത് ഗീതോപനിഷത്ത് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുകളും ഒന്നിച്ചൊരു പശുവിനെ പോലെ ആയി വന്നിട്ട് അങ്ങനെയുള്ള പശുവിനെ ആരാണ് കറക്കേണ്ടത്? അതിനൊരു ഗോപകുമാരൻ വേണം അല്ലെ. ഒരു കറക്കാൻ അറിയുന്ന ഒരു കറവക്കാരൻ വേണം. അങ്ങനെ ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ, അതായത് സ്വയം ഭഗവാൻ തന്നെയാണ് ഇവിടെ കറവക്കാരനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ആ പശുവിനെ കറക്കുന്നു. ആ പശുവിനെ കറക്കാൻ എന്താ വേണ്ടത്? പശുവും കറവക്കാരനും മാത്രം മതിയോ? പോരാ അല്ലെ. പശുവിന്റെ അകിടിൽ നിന്ന് പാൽ ചെറുത്തണമെങ്കിൽ എന്തുകൂടെ വേണം? ഒരു കുട്ടി കൂടെ വേണം അല്ലെ. ഒരു പശുക്കിടാവും വേണം. അങ്ങനെയുള്ള പശുക്കിടാവാണ് ഇവിടെ ആര്? അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള പശുക്കിടാവായി അർജുനൻ നിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ആ പശുവിനെ കറന്നിട്ട് ആ ദുഗ്ധം, ആ പാല്, അമൃത തുല്യമായ ദുഗ്ധം പാനം ചെയ്യുന്നത് ആരാണ്?
ഭഗവാനെ കുറിച്ച് അറിയുന്ന ഭഗവാന്റെ പരമഭക്തന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകളാണ് ഈ ദുഗ്ധം സേവിക്കുന്നത് അല്ലെ, പാനം ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്കും ഒരു അവസരം കിട്ടുകയാണ് ഭഗവത്ഗീതയാവുന്ന ആ അമൃത് പാനം ചെയ്യാനായിട്ട്. ഇതൊക്കെ ഭഗവത്ഗീത യഥാരൂപത്തിൽ അവതാരികയിൽ വ്യക്തമായിട്ട് ശ്രീല പ്രഭുപാദർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയെയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. ആകയാൽ ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഒറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏകധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രസ്തസ്യ നാമാനിയാനി, ഒരേ മന്ത്രം ഒരേ പ്രാർത്ഥന തൻ നാമസങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരൊറ്റ പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ, പരമദിവ്യോത്തമ പുരുഷ സേവനം. അപ്പോ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാം ഒന്ന് മതി എന്നുള്ള ഒരു കാലഘട്ടമാണല്ലേ, ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ശ്രീപാദ ശങ്കരാചാര്യർ പറഞ്ഞു തരുന്നത്? എല്ലാവർക്കും ഒരൊറ്റ ധർമ്മഗ്രന്ഥമേ വേണ്ടൂ, ഒരൊറ്റ ഭഗവാനെ മതി, ഒരു മതം മതി, ഒരു പ്രവൃത്തി മതി, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത് അല്ലെ. അപ്പൊ ഏകോ ശാസ്ത്രോ ദേവകീ പുത്രഗീതം. അപ്പൊ ഭഗവാനെ സംബന്ധിക്കുന്ന ഒരൊറ്റ ശാസ്ത്രം അതേതാണ്? ഭഗവത്ഗീത. പിന്നെയോ ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, അതായത് ഒരൊറ്റ ദേവൻ മാത്രം, ഒരൊറ്റ ഭഗവാൻ മാത്രമേ ഉള്ളത്, ദേവകീ പുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഏകോ മന്ത്രസ്തസ്യ നാമാനിയാനി, അതായത് ഭഗവാന്റെ നാമമാണ് ഒരേ ഒരു മന്ത്രം, ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ പ്രവൃത്തി. എന്താണ് ആ പ്രവൃത്തി? ഭഗവാന്റെ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ സേവനമാണ് ഒരേ ഒരു പ്രവൃത്തി. നമുക്ക് ഒരേ ഒരു പ്രവൃത്തി ഉള്ളത്. അപ്പോ ഇത് ശ്രീമദ് ഭാഗവതവും പറയുന്നുണ്ട്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അതോക്ഷജെ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. അപ്പൊ ഭഗവാനെ സേവനം ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഒരേ ഒരു ധർമ്മം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അധ്യായം 1, അർജുന വിഷാദ യോഗം. അപ്പോൾ അർജുന വിഷാദ യോഗം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ട് വളരെ ബ്രീഫായിട്ടൊന്ന് ഈ ഒരു സിറ്റുവേഷൻ, അതായത് എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ, അതായത് നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഭഗവാൻ എന്താ യുദ്ധത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളാണോ അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ അത് എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു ചെറിയൊരു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് മഹാഭാരത യുദ്ധം നടന്നിട്ടുള്ളത് എന്ന്. പിന്നെ മഹാഭാരതത്തിന്റെ അകത്ത് വരുന്നത് ധൃതരാഷ്ട്രരും പാണ്ഡവും രണ്ടുപേരും എന്താണ് സഹോദരന്മാരാണ് അല്ലെ. പാണ്ഡുവിന്റെ മക്കളായിട്ടുള്ള പഞ്ചപാണ്ഡവരും ധൃതരാഷ്ട്രയുടെ മക്കളായിട്ടുള്ള ദുര്യോധനാദികളും തമ്മിലാണ് ഇവിടെ യുദ്ധത്തിന് വേണ്ടി അണിനിരന്നിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധം വേണ്ടി വന്നത്? ആദ്യം പാണ്ഡു ആയിരുന്നു രാജാവ് അല്ലെ. ധൃതരാഷ്ട്രൻ അന്ധനായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജ്യാവകാശം കിട്ടിയിരുന്നില്ല. അദ്ദേഹം മൂത്ത പുത്രനായിരുന്നെങ്കിൽ പോലും രാജ്യം ഭരിച്ചത്, രാജ്യാവകാശം കിട്ടിയത് ആർക്കാണ്? പാണ്ഡുവിനാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ചെറിയ പ്രായത്തിൽ മരണപ്പെടേണ്ടായി. അപ്പൊ ആ സമയത്ത് ആര് ഈ രാജ്യഭാരം ഏറ്റെടുത്തു? അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്ര ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ കുട്ടികളും ചെറുതായിരുന്നു, പാണ്ഡുവിന്റെ മക്കളും ചെറുതായിരുന്നു, ദുര്യോധനാദികളും ചെറുതാണ്. അപ്പൊ ആരും അവിടെ രാജ്യം ഭരിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ധൃതരാഷ്ട്ര അവിടെ രാജ്യം ഭരിക്കുന്നത്. പക്ഷേ പോകെ പോകെ എന്താണ് ചെയ്തത്? എല്ലാം ദുര്യോധനാദികൾ മാത്രമാണ് കുരുവംശജർ. നമ്മളറിയാം കുരു കൗരവർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദുര്യോധനാദികളെയാണ് അല്ലെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കുരുവംശം എന്ന് പറയുന്നത് ഈ പാണ്ഡുവിന്റെയും ധൃതരാഷ്ട്രയുടെയും കുടുംബം തന്നെയാണ്. അപ്പോ ഈ പാണ്ഡവർക്ക് എന്ത് കൊടുക്കുന്നില്ല? ഈ കുരുവംശത്തിന്റെ അവകാശം ഒന്നും ധൃതരാഷ്ട്ര കൊടുക്കുന്നില്ല. അവസാനം ഭഗവാൻ തന്നെ അവിടെ ദൂതനായിട്ട് പോവുകയാണ്. അവർക്ക് ഓരോ ഗ്രാമം കൊടുക്കൂ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു രാജ്യത്തിന്റെ പകുതി കൊടുക്കൂന്ന്, അത് കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ഓരോരോ ഗ്രാമം വെച്ചിട്ട് 5 ഗ്രാമം കൊടുക്കൂ പറഞ്ഞു, അത് കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ 1 ഗ്രാമം കൊടുക്കൂ പറഞ്ഞു, ഇല്ല. 5 വീട് കൊടുക്കൂ പറഞ്ഞു, ഇല്ല. എന്നാൽ 1 വീട് കൊടുക്കൂ. അപ്പോ സൂചി കുത്താൻ പോലും ഇടം കൊടുക്കില്ല എന്നാണ് ആര് പറഞ്ഞത്? ദുര്യോധനാദികൾ പറഞ്ഞത്. അങ്ങനെയാണ് ധർമ്മയുദ്ധമാണ് അവിടെ നടന്നത്. അതായത് ധർമ്മത്തിന് വേണ്ടിയാണ്, ധർമ്മത്തിന്റെ പക്ഷത്താണ് ഭഗവാൻ നിൽക്കുക അല്ലെ. അങ്ങനെ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഭഗവാൻ എന്തുകൊണ്ടാണ് പാണ്ഡവ പക്ഷത്ത് നിന്നത്? ദുര്യോധനനും
അർജുനനും രണ്ടുപേരും ഭഗവാന്റെ അടുത്ത് പോകുന്നുണ്ട് യുദ്ധം തുടങ്ങുന്ന സമയത്ത് സഹായം ചോദിച്ചുകൊണ്ട്. ഇപ്പോ ദുര്യോധനൻ വന്നിട്ട് ഭഗവാന്റെ തലയ്ക്കലും അർജുനൻ കാൽക്കലും ഇരുന്നു. അപ്പൊ ഭഗവാൻ ഉറക്കത്തിലായിരുന്ന ഭഗവാൻ ആദ്യം കാണുന്ന തലയുടെ അടുത്തിരുന്നാലാണെന്ന് വിചാരിച്ചാണ് ദുര്യോധനൻ തലയുടെ അടുത്തിരുന്നത്. അപ്പോ ഭഗവാന്റെ ഒരു സേവക ഭാവമാണ് ആർക്കുള്ളത്? അർജുനനുള്ളത്. അപ്പൊ അർജുനൻ ചൂസ് ചെയ്തത് പാദത്തിന്റെ അടുത്താണ്. അപ്പൊ എഴുന്നേറ്റ വഴിക്ക് ഭഗവാൻ അർജുനനോടാണ് ചോദിക്കുന്നത്, എന്തേ വന്നത് അർജുന? അപ്പോഴാണ് പറയുന്നത് ദുര്യോധനനും കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്റെ സേന ഉണ്ടാവും, വലിയ സേനയാണ്. ഭഗവാന്റെ മാധവ സേന പറയും അല്ലെ, ഭഗവാന്റെ സേന പറയുന്നത് വലിയ സേനയാണ്. എന്റെ സേന ഒരു ഭാഗത്ത് നിൽക്കും, ഞാൻ ഒരു ഭാഗത്ത് നിൽക്കും. പക്ഷേ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഞാൻ ആയുധം കൈകൊണ്ടെടുക്കൂല. അപ്പൊ ആരെ വേണമെന്ന് ചൂസ് ചെയ്തപ്പോ അർജുനൻ ചൂസ് ചെയ്തത് ഭഗവാനെയും ദുര്യോധനൻ ചൂസ് ചെയ്തത് ഭഗവാന്റെ സേനയെ, മാധവ സേനയാണ് ദുര്യോധനൻ ചൂസ് ചെയ്തത്. അങ്ങനെ ദുര്യോധനന്റെ കൂടെ 11 അക്ഷൗഹിണി പടയുണ്ട്. പാണ്ഡവ പക്ഷത്തിലാവട്ടെ 7 അക്ഷൗഹിണി പടയാണുള്ളത്. അങ്ങനെയാണ് ഇവര് യുദ്ധത്തിന് അണിനിരന്നിട്ടുള്ളത്. അർജുന വിഷാദ യോഗം. ഇനി അർജുന വിഷാദ യോഗം എന്താണ്? ഈ യോഗം എന്ന് പറഞ്ഞാല് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ എന്നാണ് അർത്ഥം. അർജുനന്റെ വിഷാദ യോഗത്തിലൂടെ നമ്മളെ ശില പ്രഭുവാജി കൊടുത്തിരിക്കുന്നത് യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. അപ്പോ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത്? രണ്ടുപേരും യുദ്ധത്തിന് അണിനിരക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അവിടെ അർജുനൻ വിഷമത്തിലാവാണ്. അതാണ് അർജുനന്റെ വിഷാദ യോഗമായിട്ട് ഇവിടെ പറയുന്നത്. അങ്ങനെ അർജുന വിഷാദ യോഗം, ആ ഒരു വിഷാദത്തിലൂടെ അർജുനൻ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അധ്യായമാണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടെ ആദ്യം ഒരേ ഒരു ശ്ലോകമാണ് ധൃതരാഷ്ട്ര, ഈ 700 ശ്ലോകത്തിൽ ഒരു ശ്ലോകം മാത്രമാണ് ധൃതരാഷ്ട്ര പറയുന്നുള്ളത് അല്ലെ. ഈ ഒരു ശ്ലോകം പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഒരു വലിയ ഒരു സ്വാർത്ഥത, അതാണ് ഈ ഒരു ശ്ലോകത്തിൽ എടുത്തു കാണിക്കുന്നത്. മാമകാഹ, നമുക്ക് ഇവിടെ കാണാം മാമകാഹ എന്നുള്ള ഒരു വാക്ക്. അതായത് എന്റെ പുത്രന്മാർ എന്നുള്ള ആ ഒരു സ്വാർത്ഥ മനോഭാവമാണ് ധൃതരാഷ്ട്രക്ക്. അത് ഇന്ന് ഈ കലികാലത്തിൽ എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ് അല്ലെ, ഈ സ്വാർത്ഥ മനോഭാവം. അപ്പോ ഈ ധൃതരാഷ്ട്രൻ എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? ധൃതരാഷ്ട്രം ഒരിക്കലും ഒരു കോംപ്രമൈസ്, സ്വന്തം അനിയന്റെ മക്കളാണ് അല്ലെ, നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തും നഷ്ടം വരുന്നുണ്ടാവും യുദ്ധമൊക്കെ വരുമ്പോ. അപ്പൊ എന്നാൽ പോലും ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കുന്നില്ല ഇവിടെ. ധൃതരാഷ്ട്രം ആഗ്രഹിക്കുന്നില്ല, എന്റെ മക്കള് ജയിക്കണം, മറ്റുള്ളവരെ തോൽക്കണം, അവര് പരാജയപ്പെട്ട് അവർക്കൊന്നും കൊടുക്കണ്ടാതിരിക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയാണ് ആരുടേത്? ഭയങ്കരമായ ഒരു ഗ്രീഡി, അതായത് വല്ലാത്തൊരു സ്വാർത്ഥമായിട്ടുള്ള മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. പാണ്ഡവന്മാർക്ക് ഒരു ഇതും കൊടുക്കുന്നില്ല. പിന്നെ മാത്രല്ല, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ഇവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് അല്ലെ. അവിടെ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഭയം നമുക്കിവിടെ കാണിച്ചു തരാണ്, ധൃതരാഷ്ട്രയുടെ ഉള്ളിലുള്ള ഭയം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ ധർമ്മം ജയിക്കും. ആരുടെ ഭാഗത്താണ് ധർമ്മം ഉള്ളതെന്ന് ധൃതരാഷ്ട്രക്ക് നന്നായിട്ട് അറിയാം അല്ലെ. പാണ്ഡവരുടെ അടുത്താണ് പൂർണ്ണമായിട്ടും ധർമ്മമുള്ളത്. ദുര്യോധനാദികള് അധർമ്മികളാണെന്നുള്ളത് ധൃതരാഷ്ട്രക്ക് അറിയാം. അപ്പൊ ഉള്ളിലൊരു ഭയം. ഈ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത് അല്ലെ. അങ്ങനെ യുദ്ധത്തിനായി ഒന്നിച്ചു കൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? ധൃതരാഷ്ട്ര ചോദിക്കുന്നത്. ഒരിക്കലും ഒരു യുദ്ധക്കളത്തിൽ വേറൊന്നും നടക്കില്ല അല്ലെ, യുദ്ധം മാത്രമേ നടക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു എന്താ പറയാ, ഒരു ആകാംക്ഷ, അവർ എങ്ങാനും വല്ല കോംപ്രമൈസും ചെയ്തോ എന്നുള്ള ഒരു ആകാംക്ഷ. മാത്രമല്ല ധർമ്മക്ഷേത്രമാണത്, അവിടെ പാണ്ഡവർ എങ്ങാനും ജയിക്കോ? ഈ ചോദ്യം ആരോടാണ് ധൃതരാഷ്ട്ര ചോദിക്കുന്നത്? സഞ്ജയനോടാണ് ചോദിക്കുന്നത് അല്ലെ. സഞ്ജയൻ ആരാണ്? ധൃതരാഷ്ട്രയുടെ ശിഷ്യനാണ്. ധൃതരാഷ്ട്രയുടെ മന്ത്രിയാണ്, വ്യാസദേവന്റെ ശിഷ്യനാണ്. അപ്പോ വ്യാസദേവന്റെ ശിഷ്യനായിട്ടുള്ള സഞ്ജയന് അദ്ദേഹം ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് യുദ്ധക്കളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് കാണാനുള്ള ഒരു ദിവ്യദൃഷ്ടി വ്യാസദേവൻ ശിഷ്യനായിട്ടുള്ള സഞ്ജയന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ധൃതരാഷ്ട്ര, ഒരു മിനിറ്റ് കേട്ടോ, എന്റെ ബാറ്ററി ഒന്ന് ലോ ആവുകയാണെ, ഞാൻ ഒരു സെക്കൻഡ് കേട്ടോ.
കൃഷ്ണ സോറി. അപ്പോ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോ ധൃതരാഷ്ട്രക്ക് ഒരു സംശയം ഉള്ളിൽ വരികയാണ്, ധർമ്മം ജയിക്കുമോ അവിടെ എന്ന്. പിന്നെ നമ്മളിവിടെ എന്താ പറഞ്ഞു നിർത്തിയത്, എന്താണ് പിന്നെ ഇവര് ചെയ്യുന്നതെന്നുള്ള ചോദ്യം, ഒരു സംശയം ആർക്ക് വരികയാണ്, ധൃതരാഷ്ട്രക്ക്. എന്തുകൊണ്ടാണ് അത് സംശയിക്കേണ്ട ആവശ്യമില്ല, അവിടെ എന്താ നടക്കേണ്ടത്, യുദ്ധമാണ് നടക്കേണ്ടത് അല്ലേ. ആ യുദ്ധം നടക്കുന്നില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, എങ്ങാനും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ഇവര് എന്നുള്ള ഒരു ഡൗട്ടാണ് ധൃതരാഷ്ട്രക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഒരു തരത്തിലും പാണ്ഡവരോട് കരുണ കാണിക്കുകയോ അല്ലെങ്കിൽ അവരോട് കോംപ്രമൈസ് ചെയ്യോ ചെയ്യരുത് എന്റെ മക്കള് എന്നുള്ള ഒരു ആഗ്രഹമാണ്. മാത്രമല്ല ദുര്യോധനാദികൾ ജയിക്കണം എന്നുള്ള ഒരു സ്വാർത്ഥത അവിടെ ശരിക്കും എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അപ്പോ ഇവിടെ എന്താണ്, ദുര്യോധനനാണ് ഈ ശ്ലോകം ഇത് പറയുന്നത്. സഞ്ജയനാണ് ധൃതരാഷ്ട്രോട് ദുര്യോധനൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായിട്ടുള്ള ദ്രുപദപുത്രൻ ഒരുക്കിയിട്ടുള്ള പാണ്ഡവ സൈന്യത്തെ നോക്കൂ എന്ന് ആരുടെ അടുത്താ പോയി പറയുന്നത്, ദ്രോണാചാര്യരുടെ അടുത്ത് പോയിട്ട് പറയാണ്. അപ്പൊ ദ്രോണാചാര്യർ ആരാണ്, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ് അല്ലെ. ദ്രോണാചാര്യരാണ് രണ്ടു പേർക്കും ഗുരുവായിട്ടുള്ളത്, രണ്ടു കൂട്ടർക്കും. അതായത് ദുര്യോധനാദികൾക്കും പാണ്ഡവർക്കും ഗുരുവായിട്ടുണ്ടായിരുന്നത് ദ്രോണാചാര്യരാണ്. ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനാണ് ആര്, അർജുനൻ അല്ലെ. അപ്പോ അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്ത് പിന്നിൽ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ദ്രുപദപുത്രൻ ഒരുക്കിയിട്ടുള്ള മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നതിന്റെ പിന്നില് ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. അതായത് ദ്രോണാചാര്യരും ദ്രുപദനും ഒന്നിച്ച് പഠിച്ചവരാണ്, ഗുരുകുലത്തില് ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോ നല്ല സുഹൃത്തുക്കളായിരുന്നു. ദ്രോണാചാര്യരാണെങ്കിൽ ഒരു ദരിദ്ര ബ്രാഹ്മണനാണ്. അപ്പൊ അങ്ങനെയുള്ള ദ്രോണാചാര്യരോട് സുഹൃത്തായിട്ടുള്ള ദ്രുപദൻ പറഞ്ഞു, ഞാൻ രാജാവായാലും, അവർ കുട്ടികളായ സമയത്താണ്, ഗുരുകുലത്തില് പഠിക്കുമ്പോഴാണ്, ഒന്നിച്ച് പഠിക്കുമ്പോ, ഞാൻ രാജാവായാല് ദ്രോണർക്ക് ഒരു പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞു. അപ്പോ ഇവരൊക്കെ വളർന്ന് വലിയ ആളുകളായി. അപ്പൊ ദ്രോണാചാര്യർ ഒരു ദിവസം ദ്രുപദന്റെ അടുത്ത് പോയി പറയാണ്, നീ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, അത് കുട്ടിക്കാലത്തല്ലേ, എനിക്കതൊന്നും ഓർമ്മയില്ല, ഞാൻ അങ്ങനൊന്നും പിന്നെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴൊരു ഇഷ്ടക്കേട്, ഒരു വൈരം വരികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ, അതായത് ദ്രുപദനും ദ്രോണാചാര്യർക്കും ഇടയിൽ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ശത്രുതയുടെ പരമായിട്ട് ദ്രുപദൻ ദ്രോണാചാര്യരെ കൊല്ലാൻ പ്രാപ്തി ഉണ്ടാവുന്ന അത്രയും കഴിവുള്ള ഒരു മകൻ വേണം എന്ന് ആഗ്രഹിച്ച് ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ദൃഷ്ടദ്യുമ്നൻ എന്ന മകൻ. അതാണ് ദ്രുപദപുത്രൻ എന്ന് പറയുന്ന ദൃഷ്ടദ്യുമ്നൻ. അപ്പോ ആ ദൃഷ്ടദ്യുമ്നനെ ആയോധനകല അഭ്യസിപ്പിക്കാൻ വേണ്ടി ദ്രുപദൻ പറഞ്ഞയക്കുന്നത് ദ്രോണാചാര്യരുടെ അടുത്തേക്കാണ്. അപ്പോ ദ്രോണാചാര്യൻ ആരാണ്, ഒരു ശുദ്ധ ബ്രാഹ്മണനാണ്. അതുകൊണ്ട് തന്നെ ആ ശത്രുത, അതായത് ദ്രുപദനും ദ്രോണാചാര്യനും തമ്മിലുള്ള ശത്രുതയൊന്നും നോക്കാതെ ദൃഷ്ടദ്യുമ്നനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും എല്ലാ ആയോധന കലകളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ദുര്യോധനൻ ആ ഒരു ശത്രുത പക കൂട്ടി വെക്കാൻ പറയില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ദ്രുപദപുത്രൻ എന്ന് പറയുന്നത്. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഗുരുശിഷ്യ ബന്ധാണ് അല്ലെ. അവിടെ വാത്സല്യാണ് ഉണ്ടാവുക. ഗുരുവിന് ശിഷ്യന്റെ പേര് പറയുമ്പോ എന്താ ഉണ്ടാവുക, ഉള്ളിലൊരു വാത്സല്യം, സ്നേഹമാണ് ഉണ്ടാവുക. പക്ഷെ ദ്രുപദപുത്രൻ എന്ന് പറയുമ്പോ എന്താ ഉണ്ടാവുക, ഒരു പകയാണ് ഉണ്ടാവുക അല്ലെ, ഉള്ളിലൊരു ദേഷ്യം, അതാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആ വ്യക്തിയാണ് ഇപ്പോ, അതായത് ദൃഷ്ടദ്യുമ്നനാണ് എവിടെ അതായത് സേനാധിപനായിട്ടുള്ളത്, പാണ്ഡവ പടയുടെ സേനാധിപനായിട്ടുള്ളത് ആരാണ്, സൈന്യാധിപനായിട്ടുള്ളത് ദൃഷ്ടദ്യുമ്നനാണ്. അപ്പൊ അതാണ് പറയുന്നത്, ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള പാണ്ഡവ സൈന്യത്തെ നോക്കൂ. അപ്പൊ ആ ഉള്ളില് ഒട്ടും സ്നേഹം ഉണ്ടാവാൻ പാടില്ല. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ ഗുരുവിന് ശിഷ്യനോടൊരു സ്നേഹം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും അല്ലെ. ആ വാത്സല്യം പാടില്ല. പക്ഷെ ദ്രുപദനോടുള്ള ആ ശത്രുതയോട് കൂടി വേണം ആ ആളുകളെയൊക്കെ, അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ പൊരുതണം എന്നുള്ള രീതിയിൽ, അതായത് എവിടെയും തെറ്റ് പറ്റരുത്, ഒരു വീഴ്ച വരരുത് എന്നുള്ള ഒരു സൂചന കൊടുക്കുകയാണ് ദ്രോണാചാര്യർക്ക് ഇവിടെ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശങ്കം ഭീമകർമാവൃഗോദരഃ. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന സംഘമൂതി അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും
ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും മുഴക്കി. അപ്പോ ഇവിടെ ഓരോരുത്തരും ശംഖ് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ യുദ്ധം തുടങ്ങാൻ വേണ്ടിയുള്ള ശംഖ് ഊതുന്നത് ഭീഷ്മാചാര്യരാണ്. ആ ശ്ലോകം ഇവിടെ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാണ് ഭഗവാൻ ഏത് ശംഖാണ് ഊതുന്നത്? പാഞ്ചജന്യം, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ശംഖാണ്. പാഞ്ചജന്യം എന്ന ശംഖ് ഊതുന്നു. പിന്നെയോ അർജുനൻ ദേവദത്തം എന്ന ശംഖ്, പിന്നെ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖും മുഴക്കി എന്ന് പറയുന്നു. അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികിശ്ച പരാജിതഃ ദ്രുപദോ ദ്രൗപദീയാശ്ച സർവശഃ പൃഥിവീപതി സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്മുഃ പൃഥക് പൃഥക്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖൂതി നകുല സഹദേവന്മാർ സുഘോഷമണി പുഷ്പകങ്ങളും വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവി പിണയാത്ത സാത്വികി ദ്രുപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രന്മാർ എന്നിവരും ശംഖനാദം മുഴക്കി. അപ്പോ ഓരോരുത്തരും അവനവന്റേതായ ശംഖങ്ങൾ മുഴക്കി. സഘോഷോദാത്ര രാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാദയൻ. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലി കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. അപ്പോ ഭീഷ്മാചാര്യര് ആദ്യം ശംഖൂതിയപ്പോ ആരുടെ ഹൃദയം ഒന്നും പിളർന്നില്ല? പാണ്ഡവന്മാരുടെ ഹൃദയം ഒന്നും പിളർന്നില്ല. പക്ഷേ ഈ പാണ്ഡവ പക്ഷത്തു നിന്ന് ഭഗവാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശംഖ് ഊതിക്കഴിഞ്ഞപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? അങ്ങനെ അത് സഘോഷോദാത്രരാഷ്ട്രാണ ഹൃദയാനി വിധാരയത് എന്നാണ് പറയുന്നത് അല്ലെ. അവരുടെ ഹൃദയം പിളർക്കുന്ന രീതിയിലാണത് അവർക്ക് കേട്ടത്. അതായത് നമുക്കറിയാൻ പറ്റും, നമ്മളൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഒരു ചെറിയ ഭയം ഉണ്ടാവും അല്ലെ. അതുപോലെ അവരെന്താണ് ചെയ്യുന്നത്? അവർ അധാർമിക പ്രവൃത്തിയാണ് ചെയ്യുന്നത് അല്ലെ. അവർ ശരിയായ കാര്യമല്ല അവർ ചെയ്യുന്നത്. അപ്പോ ആ യുദ്ധത്തിൽ വന്ന് നിൽക്കുമ്പോ അവരുടെ ഉള്ളിലൊരു ഭയം, ആ ശംഖുലി കേൾക്കുമ്പോ അവരുടെ ഉള്ളിലൊരു ഭയം, അവരുടെ ഹൃദയം പിളർക്കുന്ന രീതിയിൽ അനുഭവപ്പെടുകയുണ്ടായി എന്ന് പറയാണ്. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ യാവതേതാൻ നിരീക്ഷേഹം യോധു കാമാനവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. ഹേ അച്യുത, ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ട് നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇപ്പോ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണല്ലേ. അർജുനൻ എന്താ ഭഗവാനോട് പറയുന്നത്? കമാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത എന്നാണ് പറയുന്നത് അല്ലെ. ഒരു കമാൻഡാണ്, ഒരു ഓർഡർ ആണ് ചെയ്യുന്നത്. എന്നെ രണ്ട് സൈന്യത്തിന്റെയും നടുമധ്യത്തിൽ കൊണ്ടുപോയി നിർത്തു എന്റെ കൃഷ്ണ, ഞാൻ കാണട്ടെ ആരൊക്കെയാണ് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത്. വളരെ കോൺഫിഡൻസ് ഉള്ള ആളാണ് ആര്? അർജുനൻ അല്ലെ. അർജുനൻ ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ള വീരയോദ്ധാവാണ്. അപ്പൊ അങ്ങനെയുള്ള അർജുനൻ എവിടെയും ഒരു ഉത്കണ്ഠയോ ഭയോ ഒന്നും തന്നെ ഇല്ല. യുദ്ധത്തിന്റെ നേരെ നടുവിൽ എന്നെ കൊണ്ടുപോയി നിർത്തും. ആരൊക്കെയാണ് മരിക്കാൻ തയ്യാറായിട്ട് എന്നോട് യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ഒരിത്തിരി അഹങ്കാരത്തോടു കൂടി ആര് പറയുന്നു? ഇവിടെ അർജുനൻ. ഇനി എന്താ സംഭവിക്കുന്നത് അർജുനന്? വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു. തൊലി ചുട്ടു നീറുന്നു. അപ്പോ എന്താ സംഭവിച്ചത് അർജുനന്? അർജുനൻ നേരത്തെ പറഞ്ഞു, ഞാൻ കാണട്ടെ ആരൊക്കെ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത്, എന്റെ അടുത്ത് യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറായി വന്നവർ ആരൊക്കെയാണ്, ആ വിഡ്ഢികൾ ആരൊക്കെയാണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അർജുനന് ഇവിടെ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്റെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം ഉണ്ടാവുന്നു, പിന്നെയോ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വില്ല് ഒക്കെ താഴെ വീഴുന്നു, തൊലി ചുട്ടു നീറുന്നു എന്നാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു അർജുനനെ? നോക്കുമ്പോ ആരെയാ കാണുന്നത്? ഭഗവാൻ എവിടെയാ കൊണ്ട് നിർത്തിയത് അർജുനനെ? നേരെ കൊണ്ടുപോയി നിർത്തിയത് ദ്രോണാചാര്യരുടെയും ഭീഷ്മാചാര്യരുടെയും മുന്നിലാണ്. ആരാണ് ദ്രോണാചാര്യര്? അർജുനന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ് അല്ലെ. അർജുനനാണ് ദ്രോണാചാര്യർക്കുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പോരാത്തതിന് ഭീഷ്മ പിതാമഹൻ, അർജുനൻ ചെറിയ പ്രായത്തിലെ ആര് മരിച്ചുപോയി? പാണ്ഡു അല്ലെ, അച്ഛനായിട്ടുള്ള പാണ്ഡു മരിച്ചുപോയി. അപ്പൊ വാത്സല്യം മുഴുവൻ കൊടുത്തത് മുത്തശ്ശനായിട്ടുള്ള ഭീഷ്മാചാര്യരാണ്. അപ്പോ ഈ പഞ്ചപാണ്ഡവർക്കും നന്നായി വാത്സല്യം കൊടുത്താണ് ആര് വളർത്തിയിട്ടുള്ളത്? ഭീഷ്മ പിതാമഹൻ വളർത്തിയിട്ടുള്ളത്. അപ്പൊ
ആ മുത്തച്ഛനോടാണ് ഈ നേരെ പോയി യുദ്ധം ചെയ്യേണ്ടത് അല്ലേ. പിന്നെയോ ദ്രോണാചാര്യര് പിന്നെ നമുക്കറിയാം ഏകലവ്യന്റെ ഒക്കെ കഥ എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ. അർജുനന്റെ ഒരു എതിരാളി ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ഏകലവ്യന്റെ തമ്പ്, അതായത് ചുണ്ടൻ വിരൽ അല്ലെ, ആ വിരല് മുറിച്ച് വാങ്ങിയ ആളാണ് ആര്? ദ്രോണാചാര്യർ. അത്രമാത്രം ദ്രോണാചാര്യർക്ക് ഇഷ്ടമാണ് ആരോട്? അർജുനനോട്. അപ്പൊ അത്തരത്തിലുള്ള പ്രിയപ്പെട്ട ഗുരുവും അതുപോലെ പിതാമഹനുമാണ് നേരെ മുന്നിൽ. അപ്പൊ ഭഗവാൻ അത് അറിഞ്ഞ് ഇത്തിരി അഹങ്കാരത്തോടു കൂടിയാണ് അർജുനൻ പറഞ്ഞത് എന്നെ രണ്ട് സേനയുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്തൂന്ന്. അപ്പൊ ആ ഒരു അഹങ്കാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭഗവാൻ നേരെ അവിടെ കൊണ്ട് നിർത്തിയപ്പോ അർജുനൻ ആകെ തളർന്നു പോയി. എന്താണ്, തൊലി ചുട്ടു നീറുന്നു, കയ്യിൽ നിന്ന് ഗാന്ധീവം വഴുതി വീഴുന്നു. നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചവൻ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇതല്ലേ. ഭഗവാൻ അത് മനസ്സിലാക്കി തന്നെ അർജുനന്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി തന്നെയാണ് അർജുനനെ ദ്രോണാചാര്യരുടെയും ഭീഷ്മാചാര്യരുടെയും മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത്. അപ്പോ എന്താണ് അർജുനന് സംഭവിച്ചത്? ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. അതായത് അർജുനന് തീരെ സ്വന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെയാണ് കൊല്ലേണ്ടത്. പോരാണ്ട് സ്വന്തം ഗുരു അല്ലെ, പ്രിയപ്പെട്ട ഗുരു, പിന്നെ പിതാമഹൻ, ഇവരെയൊക്കെ വധിച്ചിട്ടാണ് ഇനി എന്ത് കിട്ടേണ്ടത്? ഈ രാജ്യം നേടേണ്ടത് അല്ലെ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കിറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. അപ്പോ ആ അർജുനന്റെ ഈ തളർച്ച അർജുനൻ എന്തായിട്ടാ കണക്കാക്കുന്നത്? ദൗർഭാഗ്യ ലക്ഷണം, എന്തോ ഒരു മോശം ലക്ഷണം, അപലക്ഷണമായിട്ടാണ് അർജുനൻ അതിനെ കണക്കാക്കുന്നത്. അപ്പോ യുദ്ധം ചെയ്യണ്ട എന്നാണ് അർജുനൻ പറയാൻ വരുന്നത് അല്ലെ. എന്തോ ഒരു അപലക്ഷണമാണ് കാണുന്നത് എന്ന് പറയാണ് അർജുനൻ. അപ്പൊ അർജുനൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നത്? വിഷാദത്തിനുള്ള അർജുനന്റെ ഈ ബുദ്ധിമുട്ടിന്റെ 5 കാരണങ്ങളാണ് ഇവിടെ ഓരോരോ ശ്ലോകങ്ങളിലൂടെ എടുത്തെടുത്ത് പറയാണ്. ഒന്ന്, മൃദുല ഹൃദയത്വം, അത് 28ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. പിന്നെ ഭൗതിക സുഖാനുഭവങ്ങൾ, പാപം ചെയ്യുകയാണെന്നുള്ളൊരു ഭയം, പിന്നെ കുടുംബ പാരമ്പര്യം നശിച്ചു പോകും, പിന്നെ തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥ. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് അർജുനൻ ഇങ്ങനെ തളർന്നു പോയത്. അതായത് കയ്യിൽ നിന്ന് ഗാന്ധീവം വഴുതി വീഴുന്നു, തൊലിച്ചൊട്ട് നീറുന്നു, ആകെ ബുദ്ധിമുട്ടിലാവുകയാണ് ആര്? അർജുനൻ. അപ്പോ ഓരോരോ കാരണങ്ങളായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞു തരാണ്. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുസ്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. അപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് അർജുനന് തളർച്ച വന്നത്? സ്വന്തം ബന്ധുക്കളാണ് ഓപ്പോസിറ്റിൽ അല്ലെ. ഇവര് രണ്ടുപേരും ഏട്ടന്റെ അനിയന്റെ മക്കളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ബന്ധുക്കളായിരിക്കും അല്ലെ. 2 ഭാഗത്തും ആരാ ഉള്ളത്? ബന്ധുക്കളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള യുദ്ധത്തിനായി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോ മൃദുല ഹൃദയത്വം, അർജുനന് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ഹാർട്ട് ആയി പോയി അർജുനൻ്റെത് അല്ലെ. പക്ഷെ ഇതേപോലെ തന്നെയാണ് എവിടെയുള്ളത്? ദുര്യോധനാദികൾക്കും കാണാൻ സാധിക്കുക എന്താണ്? ബന്ധുക്കളെ തന്നെയാണ് അല്ലെ. 2 ഭാഗത്തും ബന്ധുക്കളാണുള്ളത്. പക്ഷെ ദുര്യോധനന് എന്ത് സംഭവിക്കുന്നില്ല? ഈ പറഞ്ഞ സോഫ്റ്റ് ഹാർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ബന്ധുക്കളെയാണ് കൊല്ലുന്നുള്ള വ്യാധി അല്ലെങ്കിൽ ഒരു വിഷമം ആർക്ക് വന്നിട്ടില്ല? ദുര്യോധനന് വന്നിട്ടില്ല. പക്ഷെ അർജുനൻ എന്താണ്? ഭഗവാന്റെ ഭക്തനാണ് അല്ലെ. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഒരു ക്വാളിറ്റിയാണ് ഈ മൃദുല ഹൃദയത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മൃദുല ഹൃദയത്വം കാരണം ഈ ബന്ധുക്കളെയൊക്കെ ആണ് കൊല്ലേണ്ടി വരുന്നതെന്ന് വിചാരിച്ച് തളർന്നു പോവുകയാണ് അർജുനൻ. ഇനി ഭൗതിക സുഖാനുഭവങ്ങൾ. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷി വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. അപ്പോ ഈ ഭൗതികമായിട്ടുള്ള യാതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ബന്ധുക്കളെ കൊല്ലാൻ വയ്യ എന്നാണ് ആര് പറയുന്നത് ഇവിടെ? അർജുനൻ ഭഗവാനോട് പറയുന്നത്. അപ്പോ എനിക്ക് ഈ സുഖം, ഈ രാജ്യം വേണ്ട, എനിക്ക് സുഖം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഇവരെ കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു സുഖവും എനിക്ക് വേണ്ട എന്നുള്ള തോന്നലാണ് ആർക്ക് വരുന്നത്? അർജുനന് അല്ലെ. ഈ ഭൗതിക ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ സുഖങ്ങൾ വേണമെന്ന് ആരാഗ്രഹിക്കുന്നില്ല ഇവിടെ? അർജുനൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദുര്യോധനൻ എന്താ ചെയ്യുന്നത്? ആരെ കൊന്നിട്ടായാലും എനിക്ക് സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആര്?
ദുര്യോധനൻ. അപ്പോ ഇതാണ് ഒരു ഭക്തനും അഭക്തനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണിത് അല്ലെ. ഇനി പാപം ചെയ്യാണെന്നുള്ളൊരു തോന്നൽ. പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ തസ്മാനാർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ. അക്രമികളായി ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? ഇപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ആദതായിനഹ. ആദതായിനഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമികൾ, അത്രയും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് ആദതായിനഹ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള അക്രമികളായിട്ടുള്ള ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പാപമാണ് കിട്ടുക എന്ന് ആര് വിചാരിക്കുന്നു? അർജുനൻ വിചാരിക്കുകയാണ്. അപ്പോ ഇവരെയൊക്കെ കൊന്നിട്ട് നമുക്ക് എന്ത് വേണ്ട? ഒരു സുഖവും എനിക്ക് ആവശ്യമില്ല എന്ന് പറയാണ് ഇവിടെ അർജുനൻ ഭഗവാനോട്. അപ്പൊ ആദതായിന എന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് ആക്രമികൾ 6 കൂട്ടരാണ്. വിഷം കൊടുക്കുന്നവൻ, വീട് തീ വയ്ക്കുന്നവൻ, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കയ്യേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അത്തരം ആക്രമികളെ ഉടനെ വധിക്കണം, അതുകൊണ്ട് പാപമില്ല. അപ്പൊ ഇത്രയും ചീത്തയായിട്ടുള്ള ആളുകള്, അത്രയും അക്രമികളായിട്ടുള്ള, അത്രയും ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളെ കൊന്നു കഴിഞ്ഞാൽ പാപമില്ല എന്ന് ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആരെയൊക്കെയാണ് ഇവിടെ ആക്രമികളായിട്ട് പറയുന്നത്? വിഷം കൊടുക്കുന്നവൻ. ഇത് ഭീമന് വിഷം കൊടുത്തിട്ടുണ്ട് ദുര്യോധനൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ. വീട് തീ വെക്കുന്നവൻ, അരക്കില്ലത്തിൽ അവരെ ഇട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, ദ്രൗപദിയുടെ മക്കളെ ടെന്റിൽ വെച്ചാണ് കൊല്ലുന്നത് അശ്വത്ഥാമാവ്. സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, അപ്പോ ഈ പാണ്ഡവരുടെ എല്ലാ സ്വത്തും ആര് കൊള്ളയടിച്ചിട്ടുണ്ട്? ദുര്യോധനാദികള്. ഭൂമി കയ്യേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ, കുലവധുവായിട്ടുള്ള ദ്രൗപദിയെ സഭാമധ്യത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തുന്നുണ്ട് ദുര്യോധനാദികൾ. അപ്പൊ ഈ പറഞ്ഞ 6 കാര്യങ്ങളും ആര് ചെയ്തിട്ടുണ്ട്? ദുര്യോധനാദികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആദതായിനഹ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ വധിക്കുന്നത് കൊണ്ട് പാപമൊന്നും കിട്ടില്ല എന്ന് ഭഗവാൻ പറയാണ്. ഇനി കുടുംബ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായത്തെ വർണ്ണസങ്കരഃ. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ടു നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. അപ്പോ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ആരാണ്? എല്ലാം പുരുഷന്മാരാണ് അല്ലെ. യുദ്ധത്തില് ഒറ്റ സ്ത്രീകൾ ഉണ്ടാവില്ല അല്ലെ, എല്ലാം പുരുഷന്മാരാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഭാര്യമാരും കുട്ടികളും ഒക്കെ എവിടെയുണ്ട്? കൊട്ടാരത്തിലുണ്ട് അല്ലെ, വീടുകളിലുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഇവരൊക്കെ മരിച്ചു പോയപ്പോ അർജുനൻ ആരാണ്? വില്ലാളി വീരനായിട്ടുള്ള ആളാണ് അർജുനൻ അല്ലെ. ആരെയും കൊല്ലാൻ അർജുനന് ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അർജുനന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്കൊക്കെ മരണം നിശ്ചയമാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാല് അവരുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ നശിച്ചു പോകും. അപ്പോ അവരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതെയായി പോകും അല്ലെ. ഭർത്താക്കന്മാരെ നശിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെ. സ്ത്രീകളും കുട്ടികളും അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അവർക്ക് ആരും സംരക്ഷിക്കാൻ ആളില്ലാതെ അവരൊക്കെ നശിച്ചു പോകും. അപ്പൊ അവിടെ ജായതേ വർണ്ണസങ്കരഃ, അതായത് ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാകും. സ്ത്രീകൾ നശിച്ചു പോയാൽ എന്താ സംഭവിക്കുക? അവർക്ക് അച്ഛനില്ലാത്ത, അച്ഛൻ ആരാന്നറിയാത്ത കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കും. അപ്പൊ നമ്മുടെ കുലം, കുടുംബം ഒക്കെ നശിച്ചു പോകും കൃഷ്ണ എന്ന് ഇവിടെ വിളിക്കുന്നത് വാഷ്ണേയ എന്നാണ് ഭഗവാനെ അല്ലെ. ഭഗവാന്റെ എടുത്തെടുത്ത് വിളിക്കുന്ന ഓരോന്നും സന്ദർഭോചിതമായിട്ടാണ് പേര് വിളിക്കുന്നത് കേട്ടോ. വാഷ്ണേയ എന്ന് പറഞ്ഞാൽ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, അതായത് ഭഗവാന്റെ കുലത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ കുടുംബ പാരമ്പര്യം നശിച്ചു പോകും എന്ന് പറയുമ്പോൾ ഭഗവാന് ആ ഒരു കുടുംബത്തിന്റെ ഇതുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു കുടുംബത്തിൽ പിറന്നവനെ എന്ന് എടുത്ത് വിളിക്കുകയാണ് അർജുനൻ. അപ്പൊ ഇനി തീരുമാനം എടുക്കാനാവാത്ത അവസ്ഥ. യാനേവ ഹത്വാ നദിജീവിഷാമഃ ദേവസ്ഥിതാഃ പ്രമുഖേ താത്ര രാഷ്ട്രാഃ. അപ്പോ ഈ ഒരു ശ്ലോകം 2ാമത്തെ അധ്യായത്തിലാണ്. അപ്പൊ അർജുനന് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ പറ്റി പറയാണിത്. അവര് ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ എന്താണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. അപ്പോ ഇവരെ കൊല്ലുന്നതാണോ, അല്ല ഇവര് നമ്മളെ തോൽപ്പിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതാണോ? ഏതാണ് നല്ലതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇവരെ കൊന്നിട്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് അർജുനൻ.
അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ. അപ്പോ നമ്മൾ എത്ര വലിയ തെറ്റാണ്, എന്ത് വലിയ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സ്വന്തക്കാരെയൊക്കെ കൊന്നുകളയാണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അർജുനൻ ഭഗവാനോട്. ഇതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണ്. അപ്പോ ഇവരോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിരായുധനായിട്ട് അവരുടെ മുന്നിൽ നിന്നു കൊടുക്കാം, എന്നെ അവര് കൊന്നു കളഞ്ഞോട്ടെ, അങ്ങനെ വിചാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാണ് ആർക്കിപ്പോ? അർജുനന് തോന്നാണ്. സഞ്ജയ ഉവാച ഏവമുക്ത്വാർജുനഃ സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. അപ്പോ ഇത്രയും പറഞ്ഞ്, അതായത് ഇവരെയൊക്കെ കൊന്നിട്ട് എന്താണ് പ്രയോജനം, നമുക്ക് വേണ്ട രാജ്യവും വേണ്ട, സുഖവും വേണ്ട, സ്ത്രീകളൊക്കെ നശിച്ചു പോകും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് അർജുനൻ ആകെ വിഷമിച്ച് കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അല്ലെ. വില്ലും ശരങ്ങളും ഒക്കെ താഴെയിട്ട് ദുഃഖിച്ചിരിപ്പായി തേരിനകത്ത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകാണിത്. അപ്പൊ ഇത് സഞ്ജയൻ ആരോടാ പറയുന്നത്? ധൃതരാഷ്ട്രനോട് പറയാണ് അല്ലെ. അപ്പൊ ധൃതരാഷ്ട്രക്ക് സന്തോഷാവുകയാണ് അല്ലെ. പാണ്ഡവന്മാര് യുദ്ധത്തിന് ഒരുങ്ങാതിരിക്കുന്നതാണ് ആർക്കാവശ്യം? തോൽക്കുന്നതാണ് ആർക്കാവശ്യം? ധൃതരാഷ്ട്രക്ക് അല്ലെ. ഇനി ഇവിടെ പറയുന്നത് ഈ ഒരു അധ്യായത്തിൽ തന്നെ ഈ പാണ്ഡവരാണ് ജയിക്കുക എന്നുള്ളതിന് കുറെ സൂചനകൾ പറയാണ്. ഒന്ന്, ധർമ്മക്ഷേത്രം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, നമ്മള് ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചു അല്ലെ. ആ ധർമ്മക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവര് ജയിക്കും എന്നുള്ളൊരു സൂചന തരികയാണ്. ദിവ്യമായ രഥം, അതായത് അർജുനന്റെ അടുത്തുള്ളത് ഒരു ദിവ്യമായ രഥമാണ്, അഗ്നി ദേവനാൽ സമ്മാനിക്കപ്പെട്ടിട്ടുള്ള ഒരു രഥമാണ്. ആ രഥം എവിടെ എടുത്തുകൊണ്ട് പോയാലും അവിടെ ജയിക്കാൻ സാധിക്കും ആർക്ക്? അർജുനന്. പിന്നെ കപിധ്വജ, കപിധ്വജ പറഞ്ഞ ആരാണ്? ഹനുമാൻ. ധ്വജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടിയാണ് അല്ലെ. കപി എന്ന് പറഞ്ഞാല് ഹനുമാനെയാണ് പറയുന്നത്. ഹനുമാന്റെ പിക്ചർ ആണ് ഉള്ളത് എവിടെ? അർജുനന്റെ കൊടിയില്. ഹനുമാൻ ഉള്ളിടത്ത് എന്താണ് നമുക്കറിയാം. ശ്രീരാമ രാവണ യുദ്ധത്തില് കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആര്? ഹനുമാൻ അല്ലെ. ആ ഹനുമാനെ നമ്മൾ ഹനുമാൻ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പിക്ചർ ഉണ്ടാവും എല്ലാവരുടെ ഉള്ളിലും. ഏതാണ് ആ പിക്ചർ? ഹനുമാൻ ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ പിളർന്നിട്ട് ശ്രീരാമനെയും സീതയും കാണിക്കുന്ന ഒരു പിക്ചർ അല്ലെ. അപ്പൊ ഹനുമാൻ ഉള്ളിടത്ത് ആരുണ്ടാവും? ശ്രീരാമനും സീതയും ഒന്നിച്ചുണ്ടാവും. അപ്പൊ ആ കപിധ്വജ എന്ന് പറയുന്ന ആ ഒരു കൊടി അടയാളം കാണിക്കുന്നത് ഇവരുടെ വിജയ, അതായത് അവിടെ ശ്രീരാമനും സീതയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? വിജയം ഉറപ്പാണ്. പിന്നെ ശംഖുനാഥം, ദിവ്യ ശംഖാണ് ആരുടേത്? ഭഗവാന്റെയും അർജുനന്റെയും ഒക്കെ ശംഖ് ദിവ്യ ശംഖാണ്. ആ ശംഖുനാഥം വിളിക്കുമ്പോൾ ദുര്യോധനാദികളുടെ ഹൃദയം പിളർന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് ദിവ്യ ശംഖാണ്. ആ ശംഖുനാഥം എന്ത് സൂചിപ്പിക്കുന്നു? ഇവരുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. ഗാന്ധീവം, അർജുനന്റെ ഗാന്ധീവം അങ്ങനെ തന്നെ സ്പെഷ്യൽ ആണ്, പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് ഒരിക്കലും അർജുനനെ എടുത്താലും തീരാത്ത അസ്ത്രങ്ങളാണ് അതിലുണ്ടാവുക. പിന്നെ തിക്ത ജീവിത, ഇത് പറയുന്നത് 9ാമത്തെ ശ്ലോകത്തിലാണ്. ദുര്യോധനനാണ് പറയുന്നത്, എനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോ അവിടെ തന്നെ ദുര്യോധനൻ എന്താ സംഭവിക്കുന്നത്? ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അല്ലെ. എന്റെ കൂടെയുള്ള ആളുകളൊക്കെ മരണപ്പെടും എന്നുള്ളൊരു തീരുമാനമാണ് ആരെടുക്കുന്നത്? ദുര്യോധനൻ എടുക്കുന്നത്. അപ്പൊ അതും എന്താണ്? അർജുനൻ ജയിക്കുന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. മോക്ഷത ഏകാദശി, ഈ യുദ്ധം നടക്കുന്ന ദിവസം മോക്ഷത ഏകാദശി ആയിരുന്നു. അപ്പോ പാണ്ഡവന്മാരൊക്കെ ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം എടുത്തുകൊണ്ടാണ് യുദ്ധത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് അനുകൂലമായി വരും. പക്ഷെ ദുര്യോധനാദികൾ എന്താണ്? ഭഗവാനെ അറിയില്ലാത്തവരും ഭഗവാനെ ഒട്ടും തന്നെ ഭക്തി ഇല്ലാത്തവരും ആയതുകൊണ്ട് അവരങ്ങനെയുള്ള വ്രതങ്ങളൊന്നും എടുക്കില്ല അല്ലെ. അവര് എന്താണ് ചെയ്യുക? അവര് ഈ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ അർമാദിച്ച് ജീവിക്കുന്നവരാണ്. അവര് അത്രയും മോശമായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോ മോക്ഷത ഏകാദശി ഈ പാണ്ഡവർക്ക് അനുകൂലമായിട്ട് ഒരു സാഹചര്യമായി. പിന്നെ ഭാഗ്യലക്ഷ്മി ഹൃഷികേശ, ഭാഗ്യലക്ഷ്മി ഹൃഷികേശ ആരാണ്? അവര് ഭാര്യയും ഭർത്താവുമാണ് അല്ലെ. ഭഗവാന്റെ ഭാര്യയാണ് ലക്ഷ്മി. അപ്പൊ ഭഗവാൻ ഹൃഷികേശനാണ് ആര്? പാർത്ഥസാരഥിയായിട്ട് അർജുനന്റെ കൂടെ ഉള്ളത് അല്ലെ. തേരാളിയായിട്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? ലക്ഷ്മി ദേവി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോ ഈ പറയുന്ന 9 കാര്യങ്ങള് ഇവർ ജയിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇവിടെ പറയുന്നത്.
ഭഗവത്ഗീത നൽകുന്ന വിദ്യ. നാം നമ്മുടെ ശരീരം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, വാസ്തവത്തിൽ നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. ആകയാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവത് സ്മരണയിൽ വ്യാപൃതമാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്ദ്രിയങ്ങളും തത് സേവനത്തിൽ മുഴുകും. ഉപരിപ്ലവമായി ഇന്ദ്രിയ പ്രവൃത്തികൾ ഒന്ന് തന്നെയായിരിക്കും, എങ്കിലും അവബോധം മാറിയിരിക്കും. എങ്ങനെ മനസ്സും ബുദ്ധിയും ഭഗവത് സ്മരണയിൽ നിർത്താമെന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അത് ഭഗവത് സാമ്രാജ്യത്തിലേക്ക് ഒരാളെ തന്നെത്താൻ മാറ്റും. ഭഗവത്ഗീത, അതായത് നമ്മള് ഭഗവാനെ കൃഷ്ണാവബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത്. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സും ബുദ്ധിയിലും എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഉപരിപ്ലവമായിട്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും അങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ, അതായത് ഈ ഒരു ഭൗതിക ലോകത്ത് ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ആധ്യാത്മിക ശരീരം കിട്ടാൻ സാധിക്കും. നമ്മുടെ അവബോധം ഭഗവാനെ കുറിച്ച്, കൃഷ്ണ അവബോധം എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധത്തിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्णा. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും